ഫേസ്ബുക്ക് ഫാമിലി, ഹെവൻലി ഫീസ്റ്റ് ഫാമിലി, എല്ലാവരും കുടുംബാംഗങ്ങൾക്ക് വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹിന്ദി ലൈവ് ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രഗിളിങ്. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് പിന്നെയും നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഹിന്ദിയിൽ വായിച്ചു തരാൻ ആളില്ല, ഹിന്ദി വായിക്കണം. ഇവിടെ മലയാളത്തിലാകുമ്പോൾ അനി വായിച്ചു തരുന്നുണ്ട്. ഐ ഗോട്ട് സോ എക്സോസ്റ്റഡ്. ഇറ്റ് വാസ് ഫൺ ദോ. എന്നാൽ നല്ല ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തുനിന്നും നോർത്ത് ഇന്ത്യ എന്നൊക്കെ പാസ്റ്റേഴ്സ് ആർ കോളിംഗ് ആൻഡ് ദേ ആർ സേയിങ് ഇറ്റ്സ് വണ്ടർഫുൾ. ദാറ്റ് ഈസ് എ ജോയ്. ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു, ഞാൻ ഫൈനലൈസ് ചെയ്തില്ല. നാളെ മുതൽ രാത്രി 10 മുതൽ 11 മണി വരെ ആയിരിക്കും ഞാൻ ഫേസ്ബുക്കിനകത്ത് നോട്ടിഫിക്കേഷൻ ഇടാം. ഇംഗ്ലീഷിലും കൂടെ തുടങ്ങാനായിട്ട്. കാര്യം 10 മുതൽ 11 എന്ന് പറയുമ്പം അമേരിക്കയിലും വാച്ച് ചെയ്യുന്ന സമയമാണ്. അമേരിക്ക നീഡ്സ് ദ ഗോസ്പൽ മോർ ദാൻ എവർ ബിഫോർ. നമ്മൾ ഈ മലയാളത്തിൽ നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മുടെ സഭയിലും ഫേസ്ബുക്കിലും കാണുന്നവർ, അവർക്ക് വളരെയധികം ധൈര്യമുണ്ട്. സോ ധൈര്യവും വചനം കേൾക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. പലരും വളരെ ബെസ്റ്റായിട്ട് ജോലിക്ക് പോകുന്നു, ധൈര്യത്തോടെ പോകുന്നു. വചനം അവരുടെ ഉള്ളിൽ വലിയ ധൈര്യമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ദിവസങ്ങളിൽ ഇംഗ്ലീഷൂടെ ആരംഭിക്കണം. അതിൻ്റെ കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻസായ അമേരിക്ക മുതൽ എല്ലായിടത്തും അത് വേണം എന്ന് എൻ്റെ ഉള്ളിലൊരു പ്രേരണ തോന്നി. ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. എല്ലാ ദിവസവും എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം. എല്ലാ ദിവസവും, ഇനി പറഞ്ഞില്ലേലും ചെയ്യണം. വൈകുന്നേരം ഗൾഫിൽ, ദുബായ്, മിഡിൽ ഈസ്റ്റിൽ 7 മണിക്കാണല്ലോ ഇത്. സൗദിയിലാണെങ്കിൽ 6 മണിക്കാണ്, കുവൈറ്റിൽ 6 മണിക്കാണ്, ഇന്ത്യയിൽ 8:30 മണിക്കാണ്. നമ്മുടെ ലൈവ് തുടങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പേ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ വിളിക്കണം. കാരണം ഒത്തിരി പേര് ഭയത്തിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട സാക്ഷ്യം ഇതുപോലെ നമ്മുടെ ഒരു സഹോദരിയോട് വല്ലാത്ത സമയമാണ്, ഭയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു, നിങ്ങളൊന്ന് ലൈവ് കണ്ടേ. ലൈവ് കണ്ട ശേഷം അവർ 100 നന്ദിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭയം അങ്ങ് മാറിപ്പോയി. സോ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് സർക്കിൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. 10 പേര് 15 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. കോൺടാക്ട്സിനോട് പറയണം. ഇത് കഴിഞ്ഞ് ഇത് ഷെയർ ചെയ്യണം. വചനം നിറയട്ടെ, വചനം ജനം കേൾക്കട്ടെ. ആൻഡ് സോ എവ്രി വൺ. നാളെ രാവിലെ റോണക്കിൻ്റെ സെഷൻ 8:30 മണി മുതൽ 9:30 മണി വരെയാണ് എല്ലാ ദിവസവും സെഷൻ. നാളെ രാവിലത്തെ സെഷൻ 8 മുതലുണ്ട്, നാളത്തേക്ക് മാത്രം. അതിൻ്റെ കാരണം ശ്രീ നരേന്ദ്രമോദിജി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, രാവിലെ 9 മണിക്ക് ലൈവ് ചെയ്യുന്നുണ്ട്, രാജ്യത്തോട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ അധികാരികൾ, ഇപ്പം സപ്പോസ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻജി, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തോട് അല്ലെ സംസ്ഥാനത്തോട് അഭിസംബോധന ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ ലൈവ് ചെയ്യാൻ പാടില്ല. അത് ഡിസ്റെസ്പെക്റ്റാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ ചിലർ എന്നോട് പറഞ്ഞു, തങ്കുറാർ എന്തിനാ നരേന്ദ്രമോദിജിയുടെ കാര്യം ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. അദ്ദേഹം രാജ്യത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് മാറ്റി വെക്കുക തന്നെ ചെയ്യണം. സോ നാളെ രാവിലത്തെ ലൈവ് 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരോടും നാളെ രാവിലെ സഭായോഗം
നമ്മുടെ സഭായോഗം ഇപ്പം ഭവനങ്ങളിൽ ഇരുന്നാണല്ലോ സഭായോഗം നടക്കുന്നത്. സഭായോഗത്തിൽ നല്ല ഒരുങ്ങി നിൽക്കണം. ഒരുങ്ങി നമ്മൾ സഭായോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്ന അതേ ഗൗരവത്തിൽ വരണം. യൂട്യൂബ് ലൈവ് യൂട്യൂബിലുണ്ട്, HF-TV-യിലുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഹാർവെസ്റ്റ് TV-യിലുണ്ട്. ഹാർവെസ്റ്റ് TV-യിൽ ഹാർവെസ്റ്റ് കേരള എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിനകത്ത് രാവിലെ 11 മണിക്ക് ഇന്ത്യൻ ടൈം. അപ്പോൾ അതനുസരിച്ച് ദുബായിലാണെങ്കിൽ രാവിലെ 9:30 മണിക്ക് ആരംഭിക്കും. കുവൈറ്റ് സൗദി ആണെങ്കിൽ 8:30 മണിക്ക് ആരംഭിക്കും. സോ ആ സമയത്ത് എല്ലാവരും ചേർന്ന് സഭായോഗത്തിൽ നമുക്കൊന്നിച്ച് കൂടാം. മനോഹരമായ ആരാധനയായിരിക്കും. നമ്മൾ ഭവനങ്ങൾ ദൈവ തേജസ്സിനാൽ നിറയപ്പെടുന്ന കാഴ്ച. ഞാൻ ഓർക്കുമായിരുന്നു, നാളത്തെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഓരോരുത്തരും ആ ലൈവ് കയറുന്ന ഓരോരുത്തരും അകത്തൊരു, ഞാൻ കണ്ടത് നമ്മൾ ഈ ഹീറ്ററിനകത്ത് ഫയർ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ ചില തണുപ്പ് രാജ്യങ്ങളിൽ പോയാൽ തീ കൂട്ടി അവർ ഫയർ പ്ലേസിനകത്ത് തീ അങ്ങനെ ആളി കത്തുന്ന ഹോൾ വീട് ചൂടാകും എന്ന് പറഞ്ഞതുപോലെ നാളെ രാവിലത്തെ സഭായോഗം, നാളെ രാവിലത്തെ നമ്മുടെ പ്രാർത്ഥന ആരും മിസ് ചെയ്യരുത്. ഇറ്റ് വിൽ ഫയർ യു അപ്പ്. ഭവനം മുഴുവൻ ദൈവമഹത്വത്താൽ നിറയും. നിങ്ങൾ ഓരോരുത്തരും യു വിൽ ബി ഫിൽഡ് വിത്ത് ദ ഫയർ ഓഫ് ഗോഡ്. സോ ഓവർ ടു ടുഡേയ്സ് മെസ്സേജ്. ഇന്നലെ നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുന്നവർ, കപ്പലിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നൊരു അമ്മയുടെ സാക്ഷ്യം എനിക്ക് ആരും അയച്ചു തന്നു. അവരുടെ മകൻ ഒരു കപ്പലിൽ കേരളത്തിലെ കോസ്റ്റ് വഴി ഗുജറാത്തിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പം വലിയ ആശ്വാസമായി. നമ്മുടെ പ്രാർത്ഥന വലിയ ആശ്വാസം പലർക്കും. നമ്മളതിൻ്റെ വില അറിയുന്നില്ല. നമ്മൾ ഇന്ന് നമ്മുടെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരി വിളിച്ചു പറയായിരുന്നു, അവിടെ വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവർ ഡോക്ടേഴ്സും നഴ്സസും ഇവരെല്ലാം വളരെ ഡ്യൂട്ടിയിൽ നിൽക്കുക. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവർ താമസിക്കുന്ന വാടക വീടുകളിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥർ ഇവരോട് പറയാൻ ഇറങ്ങിപ്പോകും. കാര്യം ഇവർ ഹോസ്പിറ്റലിൽ പോയി വരുമ്പം ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കാം. പകൽ ഇവർ അധ്വാനിക്കുന്നതിൻ്റെ കൂടെ ഇവർക്ക് ഇങ്ങനെയും കൂടെ ഒരു പ്രഷർ. പക്ഷെ ആ സമയത്ത് നമ്മൾ നഴ്സസിനും ഡോക്ടേഴ്സിനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രാർത്ഥിച്ചത് അവർക്കൊക്കെ വലിയൊരു പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവമാണെന്ന് പറയാൻ പറ്റും. സോ ആൻഡ് വി ആർ റിസീവിങ് ലോട്ട്സ് ഓഫ് ടെസ്റ്റിമണീസ്. ഞാൻ ചില ടെസ്റ്റിമണീസ് മാത്രം ഇവിടെയൊക്കെ വെച്ചു. ബട്ട് ജീസസ് ഈസ് ഡൂയിങ് സംതിങ് മാഗ്നിഫിസൻറ്റ്, ഗ്ലോറിയസ്. സോ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. കർഷകർ, ഞാൻ കോഴിക്കോട് നിന്ന് എനിക്ക് ഒരു ഇമെയിൽ വന്നായിരുന്നു. അവിടുത്തെ പാല് സർപ്ലസായി അവർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കോഴിക്കോട് ഡയസിസിലെ ചുമതല ഉള്ള സജി ബ്രദർ, ഞാൻ ആ നമ്പറും ബാക്കിയെല്ലാം അയച്ചു തരാം. നമ്മുടെ കോഴിക്കോടും ഇത് താമരശ്ശേരിയിലുള്ള ഒരു ഫാമാണ്. അവരുടെ ഉൽപ്പാദനം ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കുക. ഈ ക്ഷീര കർഷകർ ചെയ്യുന്നവരും ആ മേഖലകളിൽ പാൽ വിൽക്കാൻ പറ്റാത്തവരോടൊരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായമാണ്, പാല് കളയാതെ പാല് പനീറാക്കി അല്ലെങ്കിൽ രസഗുള്ള, അങ്ങനെ ഡയറി ഡെവലപ്മെൻറ്റിന് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. അതിന് ഒന്ന് വാല്യൂ ആഡീഷൻ നിങ്ങൾക്ക് കിട്ടും. പാൽ കളയേണ്ടേയും വരത്തില്ല. പനീറിനൊക്കെ നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട്. പനീർ വളരെ ബെസ്റ്റാണ് ആരോഗ്യത്തിന് വേണ്ടി. കോട്ടേജ് ചീസ് എന്നൊക്കെ നമ്മൾ പറയും. സോ ആ പാലിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പ്രോഡക്ട്സ് ആക്കി മാറ്റുവാണെങ്കിൽ ഒന്ന് ഷെൽഫ് ലൈഫ് കൂടും, രണ്ട് ആരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ അത് മാർക്കറ്റ് ചെയ്യാം. മാത്രമല്ല പനീർ മുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുവാണെങ്കിൽ റീച്ച് എക്സ്പ്രസ് ആകാവുന്ന നിലയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും പ്രോഡക്റ്റ് വിൽക്കാനായിട്ട്, പാൽ പെരിഷബിൾ ആയതുകൊണ്ട്. പ്ലസ് താങ്ക് യു വെരി മച്ച്. ഫാമേഴ്സ് ആർ സോ ഹാപ്പി. ഐ ടെൽ യു, ഞാൻ അവർക്ക് വേണ്ടി നന്ദി നിങ്ങളോട് പറയുക. കാര്യം അവരുടെ പ്രൊഡ്യൂസ് വേസ്റ്റ് ആകാതെ. ഇന്ന് ഇത് കേട്ടിട്ട് നാഗ്പൂരിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നു. 275 ഏക്കറിൽ ഓറഞ്ച് നട്ടിരിക്കുക. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ മീൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. വിൽ സീ സംതിങ് വി ക്യാൻ ഡു. അപ്പം ഞങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ ഗ്ലോറി ടു ഗോഡ്.
ആൻഡ് താങ്ക് യു ഫോർ ഓൾ ഓഫ് യു ഹു ആർ സ്റ്റാൻഡിങ് ബൈ. ഇമെയിൽസിൽ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടായിരുന്നു വചനത്തിനകത്തെ സംശയങ്ങൾ ചോദിക്കാം. 2, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും സംശയം ചോദിക്കാം. അതിനകത്ത് ഒരു ഇമെയിൽ എനിക്ക് വന്നു. ഞാൻ പത്തനാപുരത്ത് 1200 കോടി രൂപ മുടക്കി ഒരു മാൾ പണിയാൻ പ്ലാൻ ചെയ്യുന്നു. അവിടെ അതിൻ്റെ 1% ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ആ തുകയുടെ 1% ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഈ പറഞ്ഞു വിടുന്നവർ 1200 അങ്ങനെ പറയുന്നവരോട് ചോദിക്കണം, 1200 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിക്കണം. അത് എണ്ണിയേച്ച് വരാൻ പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ഒരു സന്തോഷമുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ. കുത്തുവാളെടുത്ത് പൊട്ടിപ്പോയെന്നാരും പറയുന്നില്ലല്ലോ, കോടികൾ ഉണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. ഏതായാലും അത് നല്ലതാണ്. പക്ഷെ ഇതെല്ലാം ഭോഷ്കാണ്, നുണയാണ്. ഇതിനകത്ത് ദുഃഖവും സങ്കടമൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, എന്നെക്കുറിച്ച് എന്ത് വേണേലും ചോദിച്ചോളാം. പക്ഷേ ഈ നുണ പടർത്തുന്നവരാരാണേലും അവരെ നിങ്ങൾ വിളിച്ച് ചോദിക്കണം. അത് വിടരുത്. അതിൻ്റെ റൂട്ട് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. എനിഹൗ വിൽ ഗോ ടു ദ വേർഡ്. ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് വി ഡോണ്ട് കെയർ ഫോർ. വാസ്തവത്തിൽ ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രം. ഞാൻ നിത്യത കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാവി കണ്ടുകൊണ്ട് മുന്നോട്ട് കണ്ടുകൊണ്ട് ഇന്ന് ജീവിക്കുന്നയാളാണ്. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം കഴിയുമ്പോൾ യേശുവിനെ ഞാൻ മുഖാമുഖം കാണും. എനിക്കറിയാവുന്ന ഒരു സത്യമുണ്ട്, നിത്യത എന്ന് പറയുന്ന റിയലാണ്. സോ കഴിയുന്നതും ഞാൻ പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ ദൈവവചനം പോലും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. സോ ആ പരിശുദ്ധാത്മാവിനെ ഒഫൻസ് ചെയ്തില്ല. മാത്രമല്ല സുവിശേഷം പറയാനുള്ള ധൈര്യം, തൻ്റെ ഇടം എന്ന് പറയാൻ തെറ്റ, ധൈര്യം കളയുന്നതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. സാമ്പത്തികമായ കാര്യമായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ എന്ന് പറയാനുള്ള ധൈര്യം ഇന്നെനിക്കുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് എന്നെ പ്രിസർവ് ചെയ്തത്. സോ ഈ പൈസ വെട്ടിച്ചു, കോടികൾ എന്നൊക്കെ പറയുന്നവരോട് നല്ല കാര്യമാണ് ഒരു കാര്യം നോക്കിയാൽ. കുറേ കോടികൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഇനി കോടികൾ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം ഞാൻ പ്രസംഗിക്കുന്നത് തന്നെ എൻ്റെ അപ്പൻ കോടീശ്വരനാണ്. സോ ലെറ്റ് us go to the word of God. സോ നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണേലും എന്നോട് ചോദിക്കാം. വചനത്തിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ഒരു ചോദ്യം ഒരു സഹോദരൻ ചോദിച്ചായിരുന്നു, നമ്മൾ മനസ്സിൽ അന്യഭാഷ പറയാൻ പറ്റുമോ? ഭാഷ മനസ്സിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അന്യഭാഷയും മനസ്സിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെ ടോപ്പിക് ഇന്നർ ചേംബറാണ്, മറന്നു പോകരുത്. ആ ഇന്നർ ചേംബറിലോട്ട് പ്രവേശിക്കുന്നതിൻ്റെ തടസ്സങ്ങളും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം നിങ്ങൾ അഭ്യസിപ്പിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതം. ഇപ്പം നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ ജനിച്ച ശേഷം എടുത്തുകൊണ്ട് നടക്കുവാന്ന് വെച്ചു. നമ്മൾ നിലത്ത് വെക്കാതെ നടക്കുക. കുറച്ച് നാൾ കഴിയുമ്പം ഈ കുഞ്ഞ് വലുതായി, നിലത്ത് വെച്ചാൽ നടക്കത്തില്ല. അപ്പം എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് ചോദിച്ചാൽ അതിനെ നിലത്ത് വെച്ചില്ല, അതിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ സ്പിരിച്വൽ എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ തിമോത്തിക്ക് എഴുതിയ ലേഖനം, ഇത് ഇന്നത്തെ ടെക്സ്റ്റ് അല്ലെങ്കിലും ഇത് പറഞ്ഞു വന്നപ്പം പരിശുദ്ധാത്മാവ് അത് വായിപ്പിക്കുകയാണ്. തിമോത്തിക്ക് എഴുതിയ ലേഖനം 1 തിമോത്തി 4-ാം അധ്യായം, അവിടെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇഫ് യു ഇൻസ്ട്രക്ട് ദ ബ്രദറൻ in these things you will be a good minister of Jesus Christ, nourished by the word of faith and of good doctrine. Nourished വായിക്കാനി ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ
പോഷണം ലഭിച്ചു. പോഷണം ലഭിക്കുന്നത് വിശ്വാസത്തിന്റെ വചനം കേട്ട. ഞാൻ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ വിളിച്ച ഒരു ദേവദാസനാണ്. താൻ ഞാൻ മെന്റർ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. പാസ്റ്റർ സുനിൽ എന്ന തൻ്റെ പേര്. അഹമ്മദ്നഗറിലാണ്. താൻ ഈ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ നൂറുകണക്കിന് ദേവദാസന്മാരെ നടത്താനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. സോ ഇത് തുടങ്ങുന്നതിൻ്റെ മുമ്പേ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പം ഈ ലോക്ക്ഡൗണൊക്കെ ഇവർക്ക് പുതുമയാണ്, ലൈവ് പുതുമയാണ്. കാര്യം ജനമില്ലാതെ എങ്ങനെ സംസാരിക്കും? അപ്പം ചില കാര്യങ്ങളൊക്കെ പിന്നെ ചില തൻ്റെ വ്യക്തിപരമായി അദ്ദേഹം ആദ്യമേ വന്നപ്പം ഡിപ്രഷനായിട്ടാണ് ഭാര്യയും ഭർത്താവും വീട്ടിൽ വരാൻ കാരണം ആരോ ബോംബെയിൽ തനിക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. അപ്പം വലിയ ദേവദാസന, ഭയങ്കര സഭയുടെ ദേവദാസന, അതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഫോൺ ചെയ്തു. ഞാൻ 1 മണിക്കൂർ ഫോണിൽ വർത്താനം പറഞ്ഞു. അത് തനിക്ക് ആശ്ചര്യമായി ബലമായി കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പം താൻ പലരോടും ചോദിച്ചു, ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെ കാണാം? അപ്പോൾ അവർ പറഞ്ഞു, കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മീറ്റിംഗ് കഴിയുമ്പം ആ ഹാളിൽ നിന്നും അവസാനമായി പോകുന്ന ആൾ തങ്കു ബ്രദർ, അതുകൊണ്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്താൽ മതി, അദ്ദേഹത്തെ കാണാം. അത് പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. അത് രണ്ടാമത്തെ അത്ഭുതം. ഇവരോർത്തു അപ്പോയിൻമെൻ്റ് എടുത്ത് സെക്രട്ടറിമാരെ കണ്ട് ഒക്കെ ചെയ്യണം. മീറ്റിംഗ് കഴിഞ്ഞു, ഇവർ കയറി വന്നു. ഇവനെ വിളിച്ച ആളാന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പിന്നീട് പറഞ്ഞു, ഓഫീസ് എവിടെയാ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, തങ്കു ബ്രദറിന് അങ്ങനെ ഓഫീസൊന്നുമില്ല, ഇരിക്കുന്നിടം ഓഫീസാണ്. ഏതായാലും അവർ വലിയ ഉത്സാഹമായി. വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു, വിശ്വാസ വചനത്തിൻ്റെ പോഷണം. ഞാൻ വിശ്വാസം പറഞ്ഞു, സിംപ്ലിസിറ്റി പറഞ്ഞു. നമ്മളൊന്നും വലിയ ആൾ കളിക്കരുത്. ആർക്കും നമ്മളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും നമ്മളുടെ അടുക്കൽ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും നമ്മളെ തിരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പം ഒരു പോസിറ്റീവ് ഞാൻ ഈ വിമർശിക്കുന്നവരെ ഞാൻ എതിർക്കാറില്ല. അതിൻ്റെ കാരണം വിമർശിക്കുന്നവരാണ് നമ്മളെ വാസ്തവത്തിൽ നന്നായി നടക്കാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ വിമർശകരില്ലെങ്കിലോ നമ്മൾ തെറ്റിപ്പോകും. സോ നല്ലതാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കാര്യം. അവരുടെ കണ്ണിലൂടെ അവർ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അകത്ത് കള്ളത്തരം ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം കള്ളനാന്ന് കാണത്തുള്ളൂ. അകത്ത് കാണും ആ സാധനം. അതേസമയത്ത് യേശുവാണ് എല്ലാത്തിനകത്ത് നന്മയെ കാണത്തുള്ളൂ. ഏതായാലും ഇവരെ കർത്താവ് വിശ്വാസത്തിൽ വളർത്തി. ഇന്ന് ഏകദേശം 30,000-40,000 പേരുടെ സഭയാണ് അഹമ്മദ്നഗർ. എന്നാൽ ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ചെറിയ കിശപിശ ഉണ്ടായ 2 പേരും വീട്ടിൽ കാണും. അവിടെ വെച്ച് 2 പേര് ശരിയായി തിരിച്ചു പോകും. പിന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുകയായിരുന്നു, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ എൻ്റെ വിശ്വാസം എങ്ങനെ നിലനിർത്തും? ഞാൻ പറഞ്ഞു, നോക്കും, ഒന്ന് വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ ഇരിക്കുമ്പം നമ്മൾ വചനം കേട്ട് കഴിഞ്ഞ് വചനം പറയണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താല. അപ്പം ഞാൻ എൻ്റെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ഞാനും കേൾക്കുമല്ലേ? അപ്പം നമ്മൾ തന്നെ പറയണം. വിശ്വാസം ഭവനത്തിൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒരു മകനേ ഉള്ളൂ, അവർ 3 പേരും ഇരിക്കുമ്പം ഒരിക്കലും നിരാശയുടെ വാക്ക് പറയരുത്, സംശയത്തിൻ്റെ വാക്ക് പറയരുത്, പ്രത്യാശയുടെ വാക്ക് പറയണം. ഇനി അവർ നിരാശയുടെ വാക്ക് പറഞ്ഞാലും അങ്ങോട്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. അപ്പം വിശ്വാസത്തിൻ്റെ വാക്ക് എങ്ങനെ പറയാം? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ ഇരിക്കുകയാണല്ലോ എല്ലാവരും. ആ ഭവനങ്ങളിൽ ഇരിക്കുമ്പം ദൈവം നടത്തിയ വഴികളെല്ലാം ഒന്ന് ഓർക്കണം. എന്നിട്ട് അതിനെ നന്ദി പറയണം. അതിനായി നന്ദി പറയണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമേ എൻ്റെ അടുക്കൽ വന്ന ആ ദിവസം ഓർക്കുന്നില്ലേ? അവിടെ മുതൽ ഇന്ന് ആ അഹമ്മദ്നഗറിൽ ഏക്കർ കണക്കിന് ഭൂമിയുടെ നടുക്ക് നിൽക്കുന്ന ആ വലിയ സഭയൊന്ന് ഓർത്തി. അദ്ദേഹം അന്ന് വീട് വെക്കാനായിട്ട് തുടങ്ങുമോ? ഞാൻ പറഞ്ഞു, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ വീട് നിങ്ങളുടേതായിരിക്കണം. യു ആർ ദൻ അംബാസിഡർ ഓഫ് ഗോഡ്. അത് 5 നില വീടെങ്കിലും ഞാൻ തന്നെ പേഴ്സണലി പോയി ആ ഭവനത്തിൽ പ്രവേശിപ്പിച്ചു. ചിലരുടെ ഒരു ധാരണയുണ്ട്, ദേവദാസന്മാർ, ഇത് ഫോൾസ് ഹ്യൂമിലിറ്റി. ഇത് ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ആൾക്കാരെ ഈ പൗലോസിന് ചെയ്യുന്ന പോലെയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ എപ്പോഴും ചെങ്ങലെ കഴിഞ്ഞു, ഞാൻ വലിയ കഷ്ടപ്പെടുക എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധൂർത്ത് ദൈവത്തിന് ഇഷ്ടമില്ല.
സോ ഹി ബിൽറ്റ് എ വെരി ഗുഡ് ഹൗസ്. ഒരു ഫ്ലോർ ഓഫീസാണ്, ബെഡ്റൂം, ചെറിയൊരു സ്ഥലമാണ്, നല്ലൊരു വീട്. സോ ഞാൻ പറഞ്ഞു ഓരോന്നിനും ഓർത്ത് നന്ദി പറഞ്ഞേ. പറയാന്ന് പറഞ്ഞാൽ പറയണം, വീട്ടിൽ പറയണം കർത്താവ് നടത്തിയ വിധങ്ങൾ. ഇന്ന് വീട്ടിലിരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ പറയുമ്പം വിശ്വാസം നമ്മൾ തന്നെ കേൾക്കും. നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഇന്ന് വരെ നടത്തിയവൻ. ഒരു 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 മനോഹരമായൊരു വചനമുണ്ട്. ഇന്ന് ആ വചനം നിങ്ങൾ ആ വചനം വായിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കും. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ആൻഡ് ഐ ആം പെർസ്വേഡഡ് ദാറ്റ് ഹീ ഈസ് ഏബിൾ ടു കീപ് മീ. ഐ ആം പെർസ്വേഡഡ്. 2 തിമോത്തിക്കകത്ത് I am persuaded, I am not ashamed, I am persuaded that he is able to keep me what I have committed to him until that day. ആ ദിവസം വരെയും. ഏത് ദിവസം വരെയും? ഈ ലോകത്തിന് മാത്രമല്ല, കർത്താവിൻ്റെ വരുവോളം, കർത്താവുമായിട്ട് ഞാൻ ഏകീഭവിക്കുന്ന ദിവസം വരെ അവൻ എന്നെ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഗ്ലോറി ബി ടു ജീസസ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ഈ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ മൂക്കി തെറിക്കുന്ന സാധനമൊന്നുമല്ല ഇത്. അകത്ത് ഒരു പാറയിന്മേൽ പണിതിരിക്കുന്ന ഒരു ഭവനമാണ്, ഇളകിപ്പോകത്തില്ല ഇത്. ഐ എം നോട്ട് അഷെയിംഡ്. പൗലോസ് പറയാം, എനിക്കറിയാം അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ കാക്കും, എന്ന് വരെ കാക്കും, വരുവോളം കാക്കും. നല്ല പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണ്. എന്നാ ആരംഭിച്ചത്? ലോകസ്ഥാപനത്തിന് മുമ്പേ ആരംഭിച്ചതായിരുന്നു. അല്ലാതെ ഒരു പൊട്ടിത്തെറിയായിട്ട് അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യം വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അങ്ങനെയാണ് രോഗികൾ മുഴുവൻ ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വരണമായിരുന്നല്ലോ. അല്ല, രോഗസൗഖ്യം നിങ്ങളുടെ കണ്ണ് തുറക്കാനായിട്ട് സഹായിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു പ്ലാൻ ഉണ്ട്. ഐ എം പെർസ്വേഡഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പെർസ്വേഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശ്വാസമാണ് നമ്മളെ വളർത്തുന്നത്, നറിഷ് ചെയ്യുന്നത്, വിശ്വാസ വചനം. സോ ഈ ദിവസങ്ങളിൽ വിശ്വാസം പറയണം. വീട്ടിലിരുന്ന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ദിവസം നോക്കിക്കേ, കർത്താവിലേക്ക് വന്ന ദിവസം നോക്കിക്കേ, അവിടെ നിന്ന് വരെ നടത്തിയ ഓരോന്ന് എണ്ണി നന്നായിട്ട് എല്ലാവരുടെ അടിച്ച് ആരാധിക്കണം, ബലപ്പെടുത്തണം നമ്മളെ തന്നെ. എങ്ങനെ? വിശ്വാസം കേൾവിയാൽ. സോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു ഉപദേശം, ഞാൻ ഇത് പറയാൻ കാര്യം, ജസ്റ്റ് ലൈവ് തുടങ്ങുന്ന മുമ്പേ അദ്ദേഹം കുറേ നേരം എന്നോട് സംസാരിച്ചു. എല്ലാം 3-4 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും. എന്നോട് പറഞ്ഞു, ഇനി 3-4 ദിവസം പറ്റത്തില്ല, എല്ലാ ദിവസവും ഞാൻ വിളിക്കാൻ പോകുക, എനിക്ക് കൂട്ടായ്മ വേണം. കൂട്ടായ്മ. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യമാണ്, തങ്കു ബ്രദർ എങ്ങനെയാണ് സ്വയമേ ഉത്സാഹിപ്പിക്കുന്നത്? വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇന്നത് കാര്യം ചെയ്യാൻ പോകും, വലിയ കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചുമ്മാ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു, 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. 4 മണിയായി എഴുന്നേറ്റ് കഴിയുമ്പോൾ ചുമ്മാ വേണ്ടാത്തെല്ലാം ചിന്തകൾ വരും. എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യണമെന്ന് ഞാൻ പറയാം. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പം ഒരു കടലാസ് എടുക്കണം. കടലാസ് എടുത്തിട്ട് ഇൻഡോർ സ്റ്റേഡിയം പണിയാനുള്ള പ്ലാൻ വരയ്ക്കണം സ്വന്തമേ. അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. അതിന് 100 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ പോവുക. അങ്ങനെ വൻ കാര്യങ്ങളൊന്ന് പ്രസ്താവിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് ഒരു ദോഷവും അകത്തുനിന്ന് ഇങ്ങനെ വാ വിസ്താരത്തിൽ തുറക്കുക എന്ന് പറഞ്ഞവൻ തുറക്കണം. വാ യേശുവിൻ്റെ നാമത്തിൽ. അവിടെ പറയാം, വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നമ്മളെ നറിഷ് ചെയ്യും. എന്നിട്ട് പറയാണ് 7ാമത്തെ വാക്യം, ബട്ട് റിജക്റ്റ്. ഭക്തി വിരുദ്ധമായ ഭക്തി എന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ വിശ്വാസം കളയുന്ന ഒന്നും കാണാനും കേൾക്കാനും പോകരുത്. റിജക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. കിഴവി കഥകള് ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. ഗോഡ്ലിനെസ് അഭ്യസിക്കണം. അഭ്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ? ട്രെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് അന്യഭാഷ പറയുന്ന കാര്യത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് പറയുന്നത്. ട്രെയിൻ ചെയ്യണം. നമ്മുടെ സ്പിരിച്വൽ അകത്തെ മനുഷ്യനെ ട്രെയിൻ ചെയ്യണം. എങ്ങനെയാണോ നമ്മൾ കോളേജിൽ പോയി നമ്മുടെ ബുദ്ധി നോളജ് കിട്ടി, അങ്ങനെയാണല്ലോ നമ്മൾ ഡോക്ടർമാരായത്, എഞ്ചിനീയർമാരായത്, ഓരോ സ്ഥാനങ്ങളിൽ എത്തിയത്. അതുപോലൊരു ട്രെയിനിങ് അകത്തെ മനുഷ്യന് വേണം. പരിശുദ്ധാത്മാവ്. ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് വേണ്ടിയത്. റിജക്റ്റ് പ്രൊഫൈൻ ഫേബിൾസ്. ചുമ്മാ കഥ പറഞ്ഞും ഇതും പറഞ്ഞും അതും പറഞ്ഞും നടക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരന്ന് പറഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഫേസ്ബുക്കിൽ ആരോ കമൻറ്റ് കൊടുത്തു, നമ്മൾ കാണാത്ത ഒരാൾ നമ്മളെ കള്ളനെന്ന് വിളിച്ചു, അതുകൊണ്ട് ഉടനെ എന്നാലും അയാൾ വിളിച്ചില്ലേ? എടാ, അയാൾ ആരാന്ന് നമുക്കറിയാം.
അയാൾ കള്ളൻ എന്ന് വിളിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പക്ക കള്ളനാണ്. അതുകൊണ്ട് ഈ കള്ളത്തരം മുഴുവൻ ഇതെല്ലാം കള്ളനാണെന്ന് മനസ്സിലാകുന്നു, അല്ലേ? മനസ്സിലാണെന്ന് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റവൻ പാപിയാന്ന് പറയുന്ന ആളുടെ അകത്ത് ആ പാപം കിടപ്പുള്ളതുമാണ്. നെവർ അക്യൂസ് എനിബഡി. സോ റിജക്റ്റ് ചെയ്യണം. നമ്മുടെ വിശ്വാസം എങ്ങനെ കാക്കാം? റിജക്റ്റ്. എന്നെ കേൾപ്പിക്കരുത്. എനിക്ക് ഒരു വേണ്ടാത്ത ഇമെയിലും ഒരു വാട്സപ്പ് വേണ്ടാത്തത് എൻ്റെ അടുക്കൽ ആരും അയക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സിന് അറിയാം, തങ്കു ബ്രദറിന് ഇത് ഇഷ്ടമില്ല. ഞാൻ എന്തിനാ കാണുന്നത് വല്ലവരും പറയുന്നത് എൻ്റെ കാര്യം പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യേശുവ ഞാൻ ആരാണ്, നാട്ടുകാരല്ല. എന്നെ രക്ഷിച്ചതും എന്നെ സ്നേഹിച്ചതും എന്നെ നടത്തുന്നതും ഇനി വീണ്ടും വന്ന് എന്നെ കൊണ്ടുപോകുന്നതുമായ യേശു ഞാൻ വിലപ്പെട്ടവനാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ഈ പൗലോസിൻ്റെ എല്ലാം വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ വേറെ ആരും അപ്പോസ്തലനായിട്ട് കരുതുന്നില്ല. ബാക്കി എല്ലാ ശിഷ്യന്മാരും ചോദിക്കും, നീ എവിടെയായിരുന്നു, നീ യേശുവിൻ്റെ കൂടെ നടന്നവനാണോ എന്നൊക്കെ ചോദിക്കും. കാര്യം ഇദ്ദേഹം പറയുന്ന വെളിപ്പാട് ഭയങ്കരമാണ്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ കെട്ടിത്താക്കണമല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ സ്വയമേ പറയും, ഞാൻ നിയോഗത്താലാക്കപ്പെട്ട അപ്പോസ്തലൻ. ഐ എം കോൾഡ് ബൈ ഗോഡ്, ചോസൺ ബൈ ഗോഡ്. ഇന്ന് ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ സ്വയമേ ഒന്ന് ഉത്സാഹിപ്പിക്കണം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഈ കൂടെ നടക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ദർശനമുണ്ടായിരിക്കണം. ദർശനമുള്ളവൻ തന്നെ സൂക്ഷിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചപ്പളാച്ചി അടിച്ച് എന്താണ് ഞാൻ കണ്ടോ അവന് പറഞ്ഞ കേട്ടില്ലേ, ഞാൻ രാജകീയ പുരോഹിത വർഗം, ക്രിസ്തുവിൻ്റെ പകരക്കാരൻ, അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞേ. റിജക്റ്റ് പ്രൊഫൈൻ ഫേബിൾസ്, റിജക്റ്റ്. ഞാൻ 2008 വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്ന സമയത്ത് തൈവാനിൽ ഫയർ കോൺഫറൻസ് നടക്കുവാണ്. റെയിൻഹാർഡ് ബോങ്കെ എന്നെ തൻ്റെ കൂടെ അവിടെ വിളിപ്പിച്ചു. അപ്പം അവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ റെയിൻഹാർഡ് ബോങ്കെ അവരുടെ കൂടെയുള്ള ടീം എന്നോട് നിർബന്ധമായി പറഞ്ഞു, പാസ്റ്റർ മാത്യു എൻ്റെ കൂടെ തന്നെ കാണണം എപ്പോഴും. ഹി ഈസ് ഗോയിങ് ത്രൂ എ റഫ് ടൈം ആൻഡ് ഐ വോണ്ട് ഹിം ടു ബി വിത്ത് മീ. സോ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നതും ഹോട്ടലിൽ പോകുന്നതും വരുന്നതും. ഇടയ്ക്ക് ഒരു സെഷൻ എന്നോട് എടുക്കാൻ പറയും. അപ്പം എനിക്ക് എൻ്റെ മുഖത്തെ ആ ചെറിയ, ഞാനും സാധാരണ മനുഷ്യനല്ലേ, പക്ഷെ ചില അനുഭവത്തിലൂടെ എത്രയും ധൈര്യമായിട്ട് ഓരോ ദിവസവും ധൈര്യം വരുന്നത്, എൻ്റെ ഫെയ്ത്ത് മസിൽസ് കൂടുന്നത്. അന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞൂട, വ്യാകുലപ്പെട്ടിരിക്കുക, വിഷമിച്ച് നിൽക്കുക. അപ്പം ആ സമയത്ത് ഒരിക്കൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ റെയിൻഹാർഡ് ബോങ്കയുടെ ശ്രദ്ധിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘാടകരിൽ ഒരാളും ഈ മേശപ്പുറത്തിരിപ്പുണ്ട്. ഞങ്ങൾ 4 പേരായിരിക്കുന്നു. സംഘാടകരിൽ ഒരാളിരിപ്പുണ്ട്, 2 പേര് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ്, ക്ലോസ് കോർ മെമ്പറുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ സംഘാടകൻ അദ്ദേഹത്തോട് പറയാണ്, ചില ഡിനോമിനേഷനൊന്നും നമ്മളെ അടുപ്പിച്ചില്ല. ഇന്ന പാസ്റ്റർ നിങ്ങൾ കള്ളനാന്ന് പറഞ്ഞു, അവരിന്നത് പറഞ്ഞു, അവരിത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ റെയിൻഹാർഡ് ബോങ്കെ എന്ന് പറഞ്ഞ ദേവദാസനെ ഞാൻ ശ്രദ്ധിക്കുക. ഇദ്ദേഹം ഇങ്ങനെ അയാളെ നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഒറ്റ വാക്ക് ഇങ്ങോട്ട് കയറുന്നില്ല, മോളിൽ കൂടെ അങ്ങ് പോവുക. ഇദ്ദേഹത്തെ നോക്കിയാണ് നിൽക്കുന്നത്. എന്നാൽ 2 മിനിറ്റ് ആയപ്പോൾ മുമ്പിൽ ഇരുന്ന 2 പേര് എഴുന്നേറ്റു. ഇദ്ദേഹത്തോട് പറഞ്ഞു, ആടെ പെട്ടെന്ന് ഒരു ഫോൺ വന്നു, വരാൻ പറഞ്ഞു. എന്നിട്ട് മാറ്റിക്കൊണ്ട് അങ്ങ് പോകുന്നതാണ്. പിന്നീട് ഇവർ വന്നിരുന്നു, ഭക്ഷണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ദേവദാസനെ കേൾപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹം ഒരു നിധിയാണ്, ട്രഷറാണ്. ഇങ്ങനത്തെ വാക്ക് കേൾക്കുന്നത് ഇദ്ദേഹത്തിനും ഇഷ്ടമില്ല, മറിച്ച് ആരുടെയും കുറ്റം കേൾക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമില്ല. പത്രവാർത്തകൾ വായിക്കത്തില്ല അദ്ദേഹം, TV കാണത്തില്ല അദ്ദേഹം, വാർത്തകൾ. കാര്യം എന്താ, അതിനകത്തൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് വിമർശനമാണ്. ഒരു പ്രാവശ്യം നിവർത്തി കെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ 2 കൈയും കൊയ്ത്ത് യന്ത്രത്തിൽ നിൽക്കുക, എവിടുന്നോ ഏതോ ഒരു എലി ചാടി എന്ന് പറഞ്ഞ് ഈ കൊയ്ത്ത് യന്ത്രത്തിൽ നിന്ന് എൻ്റെ കൈ വിട്ട ആ എലിയെ കൊല്ലാൻ ഞാൻ പോകത്തില്ല. എൻ്റെ നോട്ടം മുമ്പിലുള്ള കൊയ്ത്ത. അതാ വിശ്വാസം. റിജക്റ്റ്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ വീടുകളിൽ പോലും ഇങ്ങനത്തെ സംസാരം വരരുത്. എന്തായി തീരും, എന്താകും, ഒന്നും ആകത്തില്ല. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച് നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ,
ആ യേശു തന്നെ മുമ്പോട്ടും കൊണ്ടുപോകും, ജയാളിയായി കൊണ്ടുപോകും, ജയോത്സവമായി കൊണ്ടുപോകും. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായിലെ ഡോക്ടർ അദ്വൈതയോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ക്ലിനിക്കിൽ പോകണം, ഇനിയും പേഷ്യൻസ് വന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഞാൻ പിന്നെയും പോവാ തങ്കങ്ങളെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കൊറോണ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി. ഞാൻ ചോദിച്ചു, അതെന്നെ അനുഗ്രഹം? ഞാൻ ഇങ്ങനെ സേവനം ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് DHAയുടെ അകത്ത് ഞാനായിരിക്കുക. കൊറോണ വരുന്നില്ലായിരുന്നെങ്കിൽ വർഷങ്ങൾ എടുത്തായിരുന്നേ ഞാൻ ഈ DHAയുടെ അകത്ത്, ഈ ഹോസ്പിറ്റൽ DHAയുടെ അകത്താകാൻ, DHAയുടെ ലൈസൻസ് ആകാൻ. അവർക്കതൊരു അനുഗ്രഹം ഒന്ന് കണ്ടേ. നമ്മൾ ഭവനങ്ങളിൽ ഇരിക്കുക, ഈ ദിവസങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുക. വാ, വി ആർ ബീങ് എൻകറേജ്. ഇന്നിപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇംഗ്ലീഷൂടെ തുടങ്ങാൻ പോകും. ഹിന്ദിയായി, ഇംഗ്ലീഷായി, മലയാളമായി. നമ്മുടെ isn't it glorious? Reject. നോക്കിക്കോ, റിജക്റ്റ്. ഒന്നോട് വായിച്ചേനി 7-ാം വാക്യം. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ഒഴിക്കണം. ഒഴിക്കുന്ന പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യണം. നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യേണ്ട ആള് നിങ്ങളും ഞാനും. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ പറയണത്, ഇഷ്ടം പോലെ വാർത്തകളുണ്ട് കരയാനും നിരാശപ്പെടാനും. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിശ്വാസം പറയാമോ? അത് പറയാനാണ് എന്നെ വിളിച്ചു. വാട്സപ്പ് എന്തെങ്കിലും ഫോർവേഡ് ചെയ്യുന്ന ആളിനെ വിളിച്ച് പറയണത്. ഇനി മെയിലിൽ എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഇടയ്ക്കൊക്കെ വചനം കാണുന്നില്ല. ഇത് മലിനമാക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് കാണണ്ട. റിജക്റ്റ്. എന്തിനാ? എൻ്റെ അകത്തൊരു ലക്ഷ്യമുണ്ട്. ഈ തലമുറയിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളായി ഞാൻ നിൽക്കാൻ പോവുകയാണ്. Oh, glory to God. I can feel such a powerful anointing. Believe me, such a powerful glory that is filling every home. ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയെ. റിജക്റ്റ്. കേൾവി കഥകളും ഫേബിൾസ്, പണ്ടത്തെ പഴഞ്ചൻ കഥകളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. മറ്റേന്തിയെ, അമ്മാച്ചൻ എന്തിയെ, അമ്മായി എന്നാ പറയുന്നത്, അതൊന്നും പറയേണ്ട സമയമല്ല. ഈ സമയം എന്നെ ദൈവം ഇരുത്തിരിക്കുക. അത് പറയാൻ പിന്നെ നമുക്ക് സമയം കിട്ടും. ഇപ്പം എനിക്ക് വചനത്തിൽ വളരണം, പരിശുദ്ധാത്മാവിൽ നിറയണം, കത്തണം പരിശുദ്ധാത്മാവിൽ. കാര്യം എന്താ? ഇവിടുന്ന് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും എൻ്റെ അകത്തെ ഗ്ലോറിയുടെ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും. ഐ എം ട്രെയിനിങ് പീരീഡാണ് എൻ്റേത്. Oh, glory to God. Blessed be the name of Jesus Christ. എന്നിട്ട് അടുത്തത് പറയാണ് 8-ാമത്തെ വാക്യം. ശരീര അഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രേ. അല്പപ്രയോജനം എന്ന് പറഞ്ഞാൽ ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ്സ് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യരുതെന്നല്ല. വീടുകളിൽ ഇരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യണം. ഈ ദിവസങ്ങളിൽ വീടിനകത്ത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടക്കണം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ന്യൂസ് പേപ്പർ ഒരു ബോൾ ഉണ്ടാക്കി അത് ഞെക്കണം. നല്ല മസിലിന്, നല്ല ഈ മസിൽസിനൊക്കെ സാധാരണ, ഇവിടുത്തെ ഈ മസിൽസിനൊക്കെ സാധാരണ എക്സസൈസ് കിട്ടത്തില്ല. അത് നല്ലപോലെ അത് പ്രസ് ചെയ്യണം. ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബലം കിട്ടത്തില്ല. ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വരണമെങ്കിൽ നല്ല ബോഡിയിൽ എക്സസൈസ് ചെയ്യണം. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഡോക്ടർ PG വർഗീസ്, നമ്മുടെ കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അങ്കിൾ എപ്പോഴും പറയും, എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കണം. അദ്ദേഹത്തെ ഫിറ്റ്നസ് കണ്ടിട്ടില്ലേ? വയസ്സ് 80 ആകാതെ. 80 അങ്കിളിനോട് ആരും പറഞ്ഞേക്കരുത് കേട്ടോ, 80 ആയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പ്രായം, അല്ലെങ്കിൽ അങ്കിള് നാളെ എന്നെ വിളിച്ച് എന്നെ 80 വയസ്സുകാരനാക്കുകയെന്ന് ചോദിക്കും. ഈ അങ്ങനത്തെ ഡയറ്റ്, അദ്ദേഹത്തിൻ്റെ എക്സസൈസ്, ബോഡി പ്രിസർവ് ചെയ്യുക. ബോഡി എക്സസൈസ് പ്രോഫിറ്റ്സ് ലിറ്റിൽ ഉണ്ട്. കാര്യം അതിനേക്കാളും ശക്തമായതും വിലപ്പെട്ടത് എന്താ? അകത്തെ മനസ്സിന്റെ എക്സസൈസ്. അതാ അടുത്ത വാക്ക്. ദൈവഭക്തി എന്ന മലയാളത്തിൽ ഗോഡ് ലൈക്ക്നെസ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ നടക്കണം, ദൈവത്തെ പോലെ സംസാരിക്കണം. ദൈവം വിശ്വാസമേ സംസാരിക്കത്തുള്ളൂ അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആണ്ട് കുഞ്ഞ് മരിച്ചേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മരിച്ചതല്ല, ഉറങ്ങുക. എൻ്റെ അടുത്ത വാക്ക് പറയാം, കരയുന്നവരെ അവൻ വെളിയിലിറക്കി. ഞാൻ പറയാം, നിരാശ പറഞ്ഞുകൊണ്ടും ഇങ്ങനത്തെ പറയുന്നവർ ഭവനത്തിൽ നിന്ന് കയറ്റരുത്, വെളിയിലിറക്കണം. കരഞ്ഞുകൊണ്ട് വരുന്നു. നിങ്ങളും ഞാനും പ്രത്യാശയാണ്, ലോകത്തിൻ്റെ പ്രത്യാശ. ഇന്ന് രാവിലെ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞല്ലോ, ഞങ്ങൾ എഴുതിയ പത്രങ്ങളാണ്, ക്രിസ്തുവിൻ്റെ പത്രമാണ്. ലോകം ബൈബിൾ വായിക്കത്തില്ല, നിങ്ങളെയും എന്നെയും വായിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെയും എന്നെ നന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക.
Oh, glory to God. പരിശുദ്ധാത്മാവിന്റെ ശക്തി വളരെ ശക്തമായി. It is so glorious in this place. I'll tell you. It is glory. It is glory. Exercise godliness. വിശ്വാസം പറയണം. ഇരുട്ടാണ് എന്ന് പറഞ്ഞ് നടക്കാനായിട്ടല്ല. വെളിച്ചമുണ്ടാകട്ടെ. അതല്ലേ ദൈവം. വർഷങ്ങൾ ഇരുട്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് റെയിൻഹാർഡ് ബോങ്കയുടെ. The Holy Spirit was upon the waters. വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ലെറ്റ് there be എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മ പ്രവർത്തിച്ചത്. നിങ്ങളുടെയും എൻ്റെ വായിൻ്റെ വിശ്വാസ വാക്ക് കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനും ദൂതന്മാർക്കും ഉത്സാഹം വരുന്നത്. യേശുവിൻ്റെ രക്തം ഗുണകരമായി നമുക്ക് സംസാരിക്കുന്നു. അടുത്ത ആഴ്ച ഹോശാന തുടങ്ങുക. ഈ ഞായറാഴ്ച മുതൽ എവറി ഡേ ഇതിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾ പിടികിട്ടുമ്പോൾ യു വിൽ ഡാൻസ്. സംഹാര ദൂതൻ കടന്നുപോയ ആ ഒരാഴ്ച എൻ്റെ പ്രിയമുള്ളവർ, ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. സുവിശേഷത്തിൻ്റെ സാധ്യത വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുക. ചിന്തിക്കാത്ത നിലയിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ കർത്താവ് കത്തിക്കുക. എക്സസൈസ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്ന വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും. ഈ നമ്മൾ ഇന്ന് ഈ 40 ദിവസം ദൈവവചനം കേൾക്കുന്നു. ഈ ദിവസങ്ങളിൽ ഷട്ട് ഡൗൺ ചെയ്ത് വീട്ടിലിരുന്ന് കേൾക്കുന്നു, ആത്മീയമായി വളരുന്നു. ഇത് ഇവിടത്തേക്ക് മാത്രമല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് ഇന്ധനം നിറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പോലും അറിയാതെ ദൂതന്മാർ ഇങ്ങനെ അഭിഷേകത്തിന്റെ തൈലം നിങ്ങളുടെ മേൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവകത്ത് കത്തിക്കൊണ്ടിരിക്കുക. ആ കത്തില് ഇപ്പം പിടികിട്ടത്തില്ല. ഈ ലോകത്തിന് മുഴുവൻ ദിവസങ്ങളും വരുവാനിരിക്കുന്നതിനും. ആ വാക്യം ഒന്നുകൂടെ അനിയൊന്ന് വായിച്ചേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും. എല്ലാവരും ഒന്ന് പറഞ്ഞ സകലത്തിനും പ്രയോജനമാണ്. വിശ്വാസവചനം കേൾക്കുക മാത്രമല്ല, പറയണം, അതുപോലെ തന്നെ നടക്കണം. നിങ്ങളെ കാണുന്നവർ പറയണം ഇത് ഇതാണ്ട് എവിടെയൊക്കെയോ സ്വിസ് ബാങ്കിലൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിശ്വാസം അങ്ങോട്ട് പറയും. ഞാൻ പണ്ട് പറയുമായിരുന്നു, ഈ സ്വർഗത്തിൽ എൻ്റെ പ്ലെയിനിൻ്റെ ടയറൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നമുക്ക് സ്വന്തം എയർപോർട്ട് വരുന്നു, നമ്മുടെ പ്ലെയിനുകൾ വരും, ഇത് പറയും. അപ്പോൾ ഈ ചിലർ കേൾക്കുമ്പം ഈ നമ്മുടെ ഈ സഭായോഗത്തിലെ ദോഷം ഒന്നിച്ചു കൂടുന്ന സന്തോഷമാണ്. പക്ഷേ ഈ വചനം എല്ലാവരും ശ്രദ്ധിക്കത്തില്ല. ഇപ്പം വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി പറയും, തങ്കു ബ്രദറിന് എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, തങ്കു ബ്രദറിന് പ്ലെയിൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് 2008 ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, താങ്കളുടെ ഹെലികോപ്റ്റർ ബാംഗ്ലൂർ എയർപോർട്ടിൽ പുതച്ചു മൂടി ഇട്ടിരിക്കുക അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഓരോരുത്തർ കേൾക്കുന്നതാണ്. ബട്ട് എനിക്കറിയാം ഇതെല്ലാം വരും. പറയണം, വിശ്വാസം പറയണം, വൻ കാര്യങ്ങൾ പറയണം. ഈ ലോകത്തിലും വരുവാനിരിക്കുന്നതിൻ്റെ നിക്ഷേപമാണ് വിശ്വാസത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ പോലെ തന്നെ സംസാരിക്കാൻ, ദൈവത്തെ പോലെ നടക്കാൻ. ഇത് പ്രാകൃത മനുഷ്യനും ജഡികനും പിടികിട്ടത്തില്ല ഞാൻ ഈ പറയുന്നത് എന്താണ്. പക്ഷേ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ കൊടഞ്ഞെടുക്കുന്ന, ഞാൻ ചോദിക്കുന്നത് ഇതിന് മുടക്കെന്താ? ചിലർ രോഗസൗഖ്യത്തിനെതിരെ പറഞ്ഞു, സൗഖ്യമാകും എന്ന് പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? പറയുന്നവരെ പ്രോത്സാഹിപ്പിച്ചേ, പറയുന്നവരെ ഉത്സാഹിപ്പിച്ചേ. കാര്യം അവരുടെ വാക്കുകൾ പ്രത്യാശ നൽകുക. റോനക്ക് കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ച് ഇന്ന് 7ാമത്തെ സാക്ഷ്യമായി, 7ഓ 8ഓ സാക്ഷ്യമായി. വീട്ടിൽ ഡിപ്രഷനിൽ കഴിഞ്ഞ റോനക്കിൻ്റെ വാക്ക് കേട്ട് അവർ ചാടി എഴുന്നേറ്റു. അമേരിക്കയിൽ ബിനോയ് ബ്രദർ പറഞ്ഞു, ഡിപ്രഷനിലായിട്ട് അവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തൊക്കെ നല്ല സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. ഇന്ന് മറ്റൊരു സാക്ഷ്യം കേട്ടു. റാന്നി സഭയ്ക്കകത്തുനിന്ന് ഒരു കൊച്ചിനെ മേശ ഇടിച്ച് കണ്ണു മുഴുവൻ വീങ്ങി. 2 ഫോട്ടോ ഉണ്ട് എൻ്റെ മൊബൈലിലെ ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. കണ്ണു മുഴുവൻ വീങ്ങി, തല മുഴുവൻ വീങ്ങി, പഴുത്തു. ICUവിൽ കയറ്റി. ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് ഓപ്പറേഷൻ വേണ്ടി വരും, MRI വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ഈ സഹോദരി ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇത് വാക്ക് കേട്ടു,
തങ്കുബ്രദർ എന്തോ പറഞ്ഞു, എന്നാ പറഞ്ഞേ, ഏതായാലും പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് കൈവച്ച് ICUക്കകത്ത് കയറ്റത്തില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പേ 2 ഫോട്ടോ, അതായത് കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ, വികൃതമായി മുഖമൊക്കെ വീങ്ങിയിരിക്കുന്നതും, ആ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, ലൈവ് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു MRIയും വേണ്ട, സ്കാനും വേണ്ട, ഒന്നും വേണ്ട. കാരണം നീര് പറ്റി ഇൻസ്റ്റൻ്റായി കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഇത് ഞാൻ പറഞ്ഞതല്ല, അവരിങ്ങോട്ട് പറയുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്നവർ ഇനിയും വേണ്ടേ? നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഡു നോട്ട് ബി അഷെയിംഡ്. പൗലോസ് പറയാം, ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കത്തില്ല. കാര്യം രക്ഷയ്ക്കായി ഇത് ദൈവശക്തിയാണ്. പ്രാകൃത മനുഷ്യന് ഇത് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ ഇത് രുചിച്ചവർ ഈ ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ വിശ്വാസം പറയണം. വൻ കാര്യങ്ങളായി എൻ്റെ കയ്യാലെ കർത്താവ് ചെയ്യാൻ പോകുന്നു. ലോക രാജ്യങ്ങളിൽ ഉണർവ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നു. പ്രത്യാശയുടെ വചനം പറയണം. പ്രത്യാശ, ഗോസ്പൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലുള്ള സത്യം. ഗോസ്പലിൻ്റെ അർത്ഥം അതാ, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് the fire of the Holy Spirit is so great. I want to release something about everyone who is listening and they are going to listen. ഇന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നവരുടെ മേലും കേൾക്കാൻ പോകുന്നവരുടെ മേലും അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച സംഭവിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഇരുന്നത് വേറെ ആ വചനം പറയാനാണ്, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഭവനങ്ങൾ ആ ദൈവ മഹത്വത്താൽ നിറയപ്പെടട്ടെ. വലിയ തേജസ് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉത്സാഹം വരട്ടെ. വിശന്ന മനസ്സിന് പകരം നൽകുന്നവൻ, വിഷമിച്ചിരിക്കുന്നവർക്ക് പകരം നൽകുന്നവനാ. ദ സ്പിരിറ്റ് ഓഫ് ഹെൽവിനെസിന് പകരം സന്തോഷം നൽകുന്നവനാ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സങ്കടങ്ങൾ മാറട്ടെ, എല്ലാം ഭാരങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനിശ്ചിതത്വം മാറട്ടെ. ഇന്ന് ഒരു യോദ്ധാവിനെ പോലെ പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു യോദ്ധാവെന്ന പോലെ ഡിസിപ്ലിൻഡ് ആകട്ടെ. വേണ്ടാത്തത് കേൾക്കത്തില്ല, വേണ്ടാത്തത് സംസാരിക്കാൻ പോകത്തില്ല. ദുഷ്ടന്മാരുടെ കൂടെ പരിഹാസികളുടെ കൂടെ പോയി ഇരിക്കത്തില്ല, ദുഷ്ടന്മാരുടെ വഴി പോയി നിൽക്കത്തില്ല. ആ തീരുമാനം ഇന്ന് എടുക്കട്ടെ. ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും, ഫലം കായ്ക്കും എന്ന് ആ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന പ്രകാരം ഇന്ന് ഒരു തീരുമാനമെടുക്കട്ടെ. വേണ്ടാത്തത് കേൾക്കത്തില്ല, വേണ്ടാത്തത് സംസാരിക്കത്തില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട് മുമ്പിൽ. അതിനായി ഇന്ന് പരിശുദ്ധാത്മാവ് എംപവർ ചെയ്യട്ടെ. തകർന്നിരുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. അതേ വാക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ കേൾപ്പിക്കുക. വേണ്ടാത്തത് കേൾക്കരുത്, വേണ്ടാത്തത് റിസീവ് ചെയ്യരുത്, വേണ്ടാത്ത പറയുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. പകരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറയപ്പെടുക. ടു ഡു ദ ഇംപോസിബിൾ. ടു ഡു ദ ഇംപോസിബിൾ. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, മാനവരാശിയെ സഹായിക്കുവാൻ, മാനവരാശിക്ക് പ്രത്യാശ കൊടുക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ വലിയ അഭിഷേകം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ the glory, the fire of God is so thick, my dear friend, so thick. നിരാശപ്പെടരുത്, ആരും നിരാശപ്പെടരുത്. കുടഞ്ഞെഴുന്നേക്കണം. എല്ലാ നിരാശയിൽ നിന്നും കുടഞ്ഞെഴുന്നേക്കണം. സോ ഓവർ ടു ടുഡേയ്സ് മെസ്സേജ്. ഓക്കെ, നോക്ക്, റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. I am so much in the Holy Spirit. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വില നമുക്ക് മനസ്സിലാവും. വേറെ ആരും പറയുന്നതല്ല. നമുക്കറിയണം നമ്മൾ ആരാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ ആരാണ്. ക്രിസ്തു യേശു. സോ ഞാൻ പറഞ്ഞു വന്നത് പൂരിപ്പിച്ചില്ല. ശാരീരിക അഭ്യാസം പോലെ തന്നെ അകത്തെ മനുഷ്യനെ അന്യഭാഷയിൽ ആരാധിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കണം? എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ റീഖാനാറാവ ശന്തരാധ ലൗഡറ ശസിക്ക് അങ്ങനെ അന്യഭാഷ നമുക്ക് ലഭിച്ച അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. ചുമ്മാ ഇരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ചോദിച്ച ചോദ്യം, വായ അടഞ്ഞിരിക്കുമ്പോഴും
അകത്തെ മനുഷ്യൻ അന്യഭാഷയിൽ തുടരും. ദ ഫെലോഷിപ്പ്, ഞാൻ പറയുന്ന ഇന്നർ ചേംബറിലോട്ട് നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതുപോലെയാകും. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ശരീരം ഉറങ്ങും, അകത്തെ മനുഷ്യൻ പിതാവുമായിട്ട് കൂട്ടായ്മ തുടർന്നുകൊണ്ടിരിക്കും. ദ ഇന്നർ മാൻ വിൽ ബി ഡ്വെല്ലിംഗ് വിത്ത് ഹിം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവുമായിട്ടുള്ള കണക്ഷൻ നിർത്തിയിരിക്കുക. ഒരിക്കലും ആ കണക്ഷൻ വേർപെടാതെ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നതിനേക്കാളും ദൈവത്തിൻ്റെ അസാന്നിധ്യം പെട്ടെന്ന് പിടികിട്ടും. ആൻഡ് യു ഷുഡ് ബിക്കം സോ മച്ച് ഇൻ ടു ഹിം. നൗ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായമാണല്ലോ. ഇന്നലെ ഇതിൻ്റെ ബേസിക്സ് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ ദിവസങ്ങളിൽ ഇന്നർ ചേംബർ പറയാനുള്ള കാരണം എന്താണെന്നും കൂടെ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടുക, അത് അകത്തെ വീണ്ടും ആത്മീയ മനുഷ്യൻ ജനിക്കുക. ആത്മീയ മനുഷ്യൻ ജനിച്ചാൽ മാത്രമേ ആത്മീയ അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിലെ സ്പിരിച്വൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പം ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ഹൃദയത്തിൽ വരണം, അകത്ത് പരിശുദ്ധാത്മാവ് വരണം. നമ്പർ 2, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വേണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ, പരിശുദ്ധാത്മാവ് നിറവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും കൂടെ വേണം. 3, നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ കൂട്ടായ്മ വേണം. കൂട്ടായ്മ എന്ന് പറയുന്നത് ബൈബിൾ വായനയും പ്രാർത്ഥനയും അല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സംസർഗം. അതെങ്ങനെയായിരിക്കണം? ആദ്യത്തെ ഓരോ ദിവസത്തെയും ഞാൻ ഡേറ്റ് ഇടുന്നുണ്ട്. ആ ഡേറ്റ് നിങ്ങൾ നോക്കണം. ആദ്യത്തെ ദിവസങ്ങളിലുള്ള ഈ മെസ്സേജ്, ഇന്നർ ചേംബറുടെ മെസ്സേജ് ശ്രദ്ധിക്കണം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവിടെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അറയൊക്കെ അടച്ചിടണം എന്ന് പറഞ്ഞാൽ എന്താ? 100 കൂട്ടം തലയിൽ കൂടെ ആ സമയത്ത് പോകരുത്. പിതാവും ഞാനും ഒറ്റയ്ക്കിരിക്കുന്നു. ആ കൂട്ടായ്മ, യു ഷുഡ് yearn for that time. സോ ദൈവവചനത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം നമ്മൾ വായിച്ചു. താൻ സ്വയമേ ചെയ്യാൻ നോക്കിയത്. 7-ാം അധ്യായം 7-ാം വാക്യം മുതൽ 24 സ്വയമേ ചെയ്യാൻ നോക്കിയ വ്യക്തി പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വയമേ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വയമേ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു ആള് തെറ്റിപ്പോയ കാര്യം താൻ എഴുതും. തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ പോയി പോയി ചെറിയ തെറ്റുപറ്റിയ ശേഷം തനിക്ക് സഭായോഗത്തിൽ പോകാനൊരു മടി, കുറ്റാരോപം. നോക്ക്, നമ്മുടെ ചുറ്റും ഇന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഞാൻ ബലവാനാന്നുള്ള തോന്നൽ വരരുത്. അവിടെ കുഴപ്പം മുഴുവൻ. ഞാൻ ഏതിനും അല്ല. നമുക്ക് ചുറ്റുമുള്ളവരെ ഒത്തിരി നേരം വേണ്ടാത്തത് പറയുകയും വേണ്ടാത്തത് നമ്മൾ അവരുടെ പോലെ ആയിപ്പോവും. അതായത് മനുഷ്യൻ അങ്ങനെയാണ്. തൻ്റെ ചുറ്റുമുള്ള സാഹചര്യത്തിന് താൻ അല്ലാതെ ആയിപ്പോവും. സോ നെവർ ഹാവ് ഫ്രണ്ട്സ് വിച്ച് ടോക്ക് നോൺസെൻസ്. അങ്ങനെ പറയുന്നവരോട് മാറണം. ചിലരൊക്കെ എന്നോട് എഴുതി അത് എങ്ങനെ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. യു ഗെയിൻ റെസ്പെക്ട് ഫ്രം ദം ലേറ്റർ. ഇപ്പമല്ല, ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. സോ ഇവിടെ സ്വയം ബലത്താൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാൾ. അതുകൊണ്ടാണ് 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം മുതൽ പരിശുദ്ധാത്മാവോ ക്രിസ്തുവോ ഈ 2 വാക്ക് നിങ്ങൾ കാണത്തില്ല. ഞാൻ ശ്രമിച്ചു, ഞാൻ ചെയ്യാൻ നോക്കി, ന്യായപ്രമാണം, അകത്ത് ആഗ്രഹമുണ്ട്, ഞാൻ. പക്ഷേ ഈ ആള് സ്വയമേ നല്ലതായി ജീവിക്കാൻ ആഗ്രഹിച്ച ആള് അവസാനം വന്ന് പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അകത്തൊരു തീരുമാനം വേണം. തീരുമാനത്തിൻ്റെ കൂടെ സഹായകന്റെ സഹായം കൂടെ വേണം. പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മകളിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, നുണ പറയരുത്. പലപ്പോഴും നമ്മൾ ഈ നുണ പറയുന്നത് കൊണ്ടാണ് ദൈവവചനം പോലും സത്യമാണെന്ന് തോന്നാൻ പറ്റാത്തത്. കാര്യം ഈ മനസാക്ഷിക്കറിയത്തില്ലേ, മനസാക്ഷിക്കറിയാം സത്യം എന്താണ്. അതിന് വിപരീതമായ നുണയാണ് നമ്മൾ പറയുന്നത്. നുണ പറയരുത്, നുണ പറയാൻ പോകരുത്. ചെറിയ കാര്യത്തിനാണ് ഇത് സത്യം അങ്ങ് പറഞ്ഞേക്കണം. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം വരിക, പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എനിക്ക് നുണ പറയാൻ ഇഷ്ടമില്ല, ആ സാഹചര്യം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം മാറ്റിത്തരും.
സത്യം പറയും തോറും നിങ്ങൾ ഭയങ്കര പവർഫുൾ ആകും. കാരണം ദൈവവചനം നിങ്ങൾക്ക് സത്യമാകുന്നത്. മാത്രമല്ല, ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ. അപ്പനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ചെയ്യാനായിട്ട് ചിലപ്പം പ്രയാസം വന്നേക്കാം, ചിലപ്പം നഷ്ടം വന്നേക്കാം. പക്ഷേ വാക്ക് വാക്കായിരിക്കണം, ചെയ്തിരിക്കണം. ഇതെല്ലാം മനസ്സാക്ഷിക്ക് വേണ്ടിയാണ്. മനസ്സാക്ഷി നിങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ പറയാണ്, therefore there is no longer condemnation. 8-ാമത്തെ അധ്യായത്തിൽ ഇന്ന് നമുക്ക് പ്രവേശിക്കാം. Now therefore there is no condemnation for those who are in Christ, who do not walk according to the flesh but according to the Spirit. Now, ആത്മാവിൻ്റെ കൂടെ നടക്കുന്നവനെ കണ്ടംനേഷൻ ഇല്ലാതെ നടക്കത്തുള്ളൂ. ജഡത്തിൽ നടക്കുന്നവെന്ന് പറയുമ്പോൾ ജഡത്തിൻ്റെ അകത്ത് അസൂയ ഇതൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും. പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി പോകാതെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി കുറയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ ഈ സീരീസ് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് നമുക്ക് ഇന്നർ ചേംബറിൽ ഇരിക്കാൻ സമയം 10 മിനിറ്റ് കഴിയുമ്പോൾ സമയം പോകുന്നു, പ്രാർത്ഥന വിഷയം തീരുന്നു. എന്നെ ഒരു മുറിക്കകത്തൊന്ന് അടച്ചിട്ട മുറിക്കകത്ത് ഇറങ്ങണമെന്നേ. ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. ലവ് അഫെയർ ആയത്. അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യരുത്. നേരത്തെ പറഞ്ഞല്ലോ, അവിശ്വാസം പറയുന്നവനും ഈ അവിടെ ഇരിക്കുന്ന കാര്യം, ഇവിടെ ഇരിക്കുന്ന കാര്യം, ആരോ എവിടെയോ എന്തോ പറഞ്ഞു ഉടനെ അവരെ പിടിക്കാൻ പോകും. വിട്. യു ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. യു ആർ ഇൻ എ ഹയർ പ്ലെയിൻ. യു ആർ എ ഗോഡ്ലി ക്ലാസ് ഓഫ് പേഴ്സൺ. അതൊക്കെ വിട്. ഇവിടെ ചില അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം, ചില പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് കാണാം. ഒന്നാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധി, മലയാളത്തിൽ ശിക്ഷാവിധിയാണ്, എൻ്റെ ഇംഗ്ലീഷ് കണ്ടംനേഷൻ. മാനവരാശിക്ക് 2 കാര്യങ്ങളാണ് ഏറ്റവും വലിയ ശത്രു. ഒന്ന് ഭയം, 2 കുറ്റാരോപം, ഗിൽറ്റ്, കണ്ടംൻഡ് ഫീലിംഗ്. ഭയം, കണ്ടംനേഷൻ. ഇതിനെ 2നെയും യേശു എന്നേക്കുമായി മാറ്റിക്കളഞ്ഞു. ഈ 2 എപ്പോഴും ഓർത്തോണം, ഭയം, കണ്ടംനേഷൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഹല്ലേലൂയ. അത് വളരെ വ്യക്തമായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെല്ലാം മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ ആ ദിവസം ആചരിക്കുന്നുള്ളൂ. കറക്റ്റ് ആ ദിവസം തന്നെയായിരുന്നു നമുക്ക് അറിഞ്ഞൂടാ. ഇറ്റ് ഈസ് ഫോർ കൺവീനിയൻസ്. നൗ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ വെള്ളിയാഴ്ച. അന്ന് സംഭവിച്ചത്, യേശു ന്യായപ്രമാണം അഥവാ എഴുതപ്പെട്ടിരിക്കുന്ന കൽപ്പനകൾ മുഴുവൻ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അനുസരിച്ചു. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അടുത്തൊരു മർമ്മം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. What the law could not do, that it was weak through the flesh, God did by sending his own son. വായിച്ചു. അല്ല, 8-ാം അധ്യായം 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്. ജഡത്തിന്റെ ബലഹീനത മനസ്സിലായില്ലേ? നേരത്തെ ഞാൻ എന്ന് പറഞ്ഞ അവസാനം വന്നപ്പോ എവിടെ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞത് പ്രാർത്ഥന പോലും ഒരു പ്രവൃത്തിയാകരുത്, പ്രമാണമാകരുത്. പ്രാർത്ഥന പോലും. ഞാൻ ജപ്പാനിൽ സപ്പോറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോൾ യോങ്ങിച്ചോട് ഒരു ചർച്ചുണ്ട്. അവിടെ ശുശ്രൂഷിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അവിടെ ശുശ്രൂഷിച്ചു. കർത്താവിൻ്റെ കരുണയാൽ അവിടെ വലിയ ദൈവമഹത്വം ഇറങ്ങി, സാന്നിധ്യം ഇറങ്ങി, ഭയങ്കര ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ
അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എത്ര മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കും? ചിലരൊക്കെ എന്നോട് ഇമെയിലിൽ പറയുന്നുണ്ട്, ഇന്നർ ചേംബറിൽ യുവർ ഇൻറ്ററാക്ഷൻ വിത്ത് ക്രൈസ്റ്റ് ഒന്ന് പറയണം. അത് പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട്. കാര്യം മൈ ഇൻറ്ററാക്ഷൻ വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പേഴ്സണൽ. നിങ്ങളും അത് പേഴ്സണലാണ്. നൗ അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എത്ര മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കും? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ 10 മണിക്കൂർ പ്രാർത്ഥിക്കും. നല്ല കാര്യം, വളരെയധികം പ്രാർത്ഥിക്കണം. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഉടനെ അവരങ്ങ് എന്നെ നോക്കി, എന്നിട്ടാണോ ഇത്രയും വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത്? എന്നിട്ടാണോ? ഞാൻ പറഞ്ഞു, അതെ, ദൈവപ്രവൃത്തി നടക്കുന്നത്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും? അവർ പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ 12 മണിക്ക് അലാം വെച്ച് എഴുന്നേക്കും, 4 മണി വരെ 4 മണിക്കൂർ എല്ലാ ദിവസവും അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. പക്ഷെ ഒറ്റ ആത്മാവ് വരുന്നില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ സൗഖ്യം നടക്കുന്നില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു സാന്നിധ്യവുമില്ല. എൻ്റെ ജീവിതം അങ്ങ് മുരടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവർ എല്ലാ ദിവസവും രാവിലെ 12 മുതൽ 4 വരെ പ്രാർത്ഥിക്കും. ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു, ഒരു ദിവസം ക്ഷീണിച്ചെന്ന് വെച്ചു, അന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അപ്പം നിങ്ങൾക്ക് കുറ്റബോധം വരുമോ എന്ന് ചോദിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, വരും. അയ്യോ, ഭയങ്കര കുറ്റബോധം വന്നു, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്നുള്ള ഭയങ്കര കുറ്റബോധം. ഞാൻ പറഞ്ഞു, അതാണ് പ്രാർത്ഥന പ്രവൃത്തിയായാലുള്ള ദോഷം. ഞാൻ അദ്ദേഹത്തെ ഈ വെളി ദേശങ്ങളൊക്കെ ഡേറ്റിംഗ് ഉണ്ട്. ഡേറ്റിംഗ് ദൈവവചന പ്രകാരമല്ല. പ്രേമിച്ച് കുറേ പേര്, ഒരാൾ കുറേ നാളെ നിൽക്കും, അത് കഴിഞ്ഞ് അടുത്ത ആളിനെ വിടും, അടുത്ത ആളിനെ വിട്ട്. ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ഞാൻ പറയാം, ഭാരതീയ സംസ്കാരത്തെ പോലെ എന്ന് പറയുന്ന നമ്മുടെ കുടുംബജീവിതങ്ങളും കുടുംബ മൂല്യങ്ങളെ പോലെ ലോകത്തിൽ എങ്ങുമില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അന്നാപുലോന എന്ന് പറയുന്ന ഹോളണ്ടിലെ ഒരു ഗ്രാമമുണ്ട്. അവിടെ മാത്രമേ ഞാൻ അങ്ങനെ ക്ലോസ് നിറ്റ് ഫാമിലീസിനെ കണ്ടിട്ടുള്ളൂ. അവർ ഇവർ ഞാൻ ഡേറ്റിങ്ങിന്, അതെ, നിങ്ങൾ പ്രണയത്തിലായിരുന്നു. എത്ര വർഷമായിരുന്നു? 10 വർഷം പ്രണയത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിട്ടി. ഞാൻ പറഞ്ഞു, ഈ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പം എത്ര മണിക്കൂർ വെച്ച് ഒരു ദിവസം സംസാരിച്ചു? ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെന്നാ സമയം കിട്ടിക്കൂടൊക്കെ സംസാരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ല, വാച്ച് വെച്ച് 1 മണിക്കൂർ എല്ലാ ദിവസവും അങ്ങനെയായിരുന്നു? അല്ലല്ലോ, അയ്യോ, അന്നത്തെ ടെലിഫോൺ ബിൽ ഭയങ്കരമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്കും, പ്രണയിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാൻ സമയമില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തോട് 4 മണിക്കൂർ അപ്പോയിൻമെൻറ്റ്, അതാ ഈ കുഴപ്പം. പ്രണയത്തിലായിരുന്നെങ്കിലോ സമയം അറിയത്തില്ല. ആ പ്രണയത്തിലാകുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവകത്ത് വരുമ്പോൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലേ പാസ്റ്റർ മാത്യു, ഹൗ മെനി അവേഴ്സ് ഡു യു പ്രേ? ഞാൻ ഇപ്പോൾ മറുപടി പറയാം, 24 hours. 24 മണിക്കൂറും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, നടക്കുന്നത്. 24 hours എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രെയർ ടൈം ഞാൻ സെപ്പറേറ്റഡ് ഇല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റപ്പടി കർത്താവിൻ്റെ കൂടെ ഇരിക്കും. പക്ഷേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നൗ ദാറ്റ് ഈസ് വർക്ക്. അപ്പം പ്രമാണത്തിന് ചെയ്യാൻ പറ്റത്തില്ല. പ്രമാണം, കൽപ്പനകൾ അനുസരിക്കാൻ മേല. ഒറ്റ കൽപ്പന അനുസരിച്ച, ഗലാത്യർക്ക് ലേഖനം പറയാം, ഒരു കൽപ്പന അനുസരിച്ചാണ്. മുഴുവൻ അനുസരണക്കേട് ശാപം വരും. ചെയ്യാഞ്ഞത് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം, ചെയ്യാൻ പറ്റാഞ്ഞത് അല്ലേ. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ, ചിലർക്കൊന്ന് ഉപവസിക്കാൻ മേല. ഉപവസിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഉപവസിക്കാൻ ശ്രമിക്കണം. ചെയ്യാതില്ലെങ്കിൽ പറഞ്ഞ ഉടനെ ഇതെല്ലാം പ്രമാണമാകരുത്. പ്രാർത്ഥന പ്രമാണമാകരുത്. ഉപവാസം പ്രമാണമാകരുത്. ഉപവാസം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഭക്ഷണം വെടിയുന്നതല്ല, ഭക്ഷണം നമ്മളെ വിട്ടുപോകുന്നതാണ് ഉപവാസം. ദൈവ സാന്നിധ്യം വരുമ്പോൾ വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. അല്ലാതെ വിശക്കുമ്പോൾ അയ്യോ 3 മണി വരെ ഉപവാസം, 2:55 മിനിറ്റൂടെ സ്വോത്രം 3 മണി ഉള്ള എല്ലാം കൂടെ വലിച്ചു കയറ്റുന്ന അതല്ല ഉപവാസം. ഇറ്റ് ഈസ് ഫ്ലോട്ടിങ്, കെയർ ഫ്രീ. സോ ഇവിടെ പറയാം,
ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ സാധാരണ പറയാറുള്ളതാണ്. ഞാൻ ഒരിക്കൽ നമ്മൾ ഉപവാസത്തിലായിരുന്നു, നാട്ടകത്ത് വെച്ചുള്ള സംഭവം. നാട്ടകത്ത് വെച്ച് ഞങ്ങളെല്ലാം ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷീണം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡായിട്ട് കഴിച്ചു, സൂപ്പോ. തോമസ് കുട്ടി ബ്രദർ ഈയിടൊക്കെ നല്ല സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടു. തോമസ് കുട്ടി ബ്രദർ എന്നെ കുക്കാന്നറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ? ഞാൻ ഉപ്പുമാവ് തിന്നത്തില്ല, എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമില്ല. പക്ഷെ തോമസ് കുട്ടി ബ്രദർ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഞാൻ കഴിക്കും. എന്നാ ടേസ്റ്റാന്നറിയാം തോമസ് കുട്ടി ബ്രദർ ഉണ്ടാക്കുന്ന ഉപ്പുമാവും മുട്ടക്കറിയും. അത് പറയുമ്പോൾ വായി വെള്ളം വരും. എന്നാ ബെസ്റ്റ്. ഞങ്ങൾ താമ്പരത്ത് ഒരു കൺവെൻഷനിൽ പോയപ്പം തോമസ് കുട്ടി ബ്രദർ അങ്ങോട്ട് ചെന്ന് എല്ലാവരും മാറിക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ സെക്കൻഡ് വെച്ച് എന്നാ ബ്യൂട്ടിഫുൾ ഉപ്പുമാവും മുട്ടക്കറിയും. തോമസ് കുട്ടി ബ്രദർ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ മുതൽ ലീന സൗകര്യം ഉപ്പുമാവ് ഉണ്ടാക്കാൻ സോ ഹിയർ ലുക്ക്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം, ജഡത്തിൻ്റെ ബാക്ക് ടു ദ ടോപ്പ്, ജലഹീനം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അവിടെ ഞങ്ങളവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലിക്വിഡേ കഴിക്കാവുള്ളൂ. അപ്പം സൂപ്പൊക്കെ കുടിക്കുന്നുണ്ട്, വെള്ളം നന്നായിട്ട് കുടിക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കാം എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു ദിവസം ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷൻ്റെ മുമ്പേ ഞാൻ നാട്ടകത്ത് അവിടെ തന്നെയാണ് ഭക്ഷണവും പാചകം ചെയ്യുന്നത്. അപ്പം ഞാൻ അതുവഴി അവിടെ പോകുന്ന സമയത്ത് കിച്ചണിനകത്ത് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കാം. മിക്സിയുടെ മോട്ടർ ഓവർലോഡായ എങ്ങനെ ഇരിക്കും, ഓ ഓ ഓ ഭയങ്കര ഒച്ച. ഞാൻ ഓർത്തു ഈ സമയത്ത് ആരാ ഈ മിക്സിക്കകത്ത് വെല്ലു ഇന്ന് കല്ലിട്ട് ആട്ടുവാണ്. ഞാൻ അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച, ഞങ്ങളുടെ ഇന്നത്തെ DP-മാരിൽ പലരും അന്ന് അവർ ശുശ്രൂഷകർ പോലും അവർ വരുന്നേ ഉള്ളൂ. അവർ മിക്സിയുടെ ചുറ്റും നിൽക്കുകയാണ്. ആ മിക്സിക്കകത്ത് ചോറ്, കോഴിക്കഷ്ണം, കഞ്ഞിവെള്ളം, അച്ചാറ് എല്ലാം കൂടി ഇട്ട് കലക്കുക. അത് ഈ കോഴിക്കഷ്ണം അരയാത്തതിൻ്റെ ഒച്ചയായി മോട്ടർ കിടന്ന് ഭയങ്കര ബഹളം. ഞാൻ എന്നെ കണ്ടപ്പോൾ എല്ലാം കൂടി 4 വഴി ചാടി. ഞാൻ എല്ലാവരും വരാൻ പറ്റും, എല്ലാവരും എന്നെ കാണിക്കുന്നു, എന്നെ ഇവിടെ എന്താ നടക്കുന്നത് എന്താ? ഉടനെ പറഞ്ഞു, തമ്പുരാർ പറഞ്ഞില്ലായിരുന്നോ കുടിക്കാം, തിന്നരുത്, അതിപ്പം ഇത് കുടിക്കുന്ന ആക്കിക്കൊണ്ടിരിക്കുക. അതല്ല ഉപവാസം. സമയമായി ചിലരുണ്ട് 7 വെള്ളിയാഴ്ച ഉപവസിക്കും. അതൊന്നും അല്ല. ഉപവാസം എന്ന് പറയുന്നത് ആ ഇന്നർ ചേംബർ എക്സ്പീരിയൻസാണ്. ഉപവസിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക. ഈ ദിവസം ലോക്ക്ഡൗണിൽ സംഭവിക്കുന്ന യു ആർ ഫാസ്റ്റിംഗ്. ദൈവവചനമാണ് ഭക്ഷണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാവർക്കും സമയം പോകാതെ കിടന്ന് വിഷമിക്കുമ്പോൾ നമ്മുടെ സമയം പറക്കുക. 11 ദിവസമായി ഉപവാസത്തിൻ്റെ വല്ല അറിഞ്ഞോ? ഇതുപോലെ തന്നെ മുമ്പോട്ട് പറക്കാൻ പോവുക. സോ ഇവിടെ പറയുകയാണ് ജഡത്തിൻ്റെ ബലഹീനത ഏതൊക്കെ ഉപവസിക്കാം. ചിലർ പറയും എനിക്ക് ഒരു രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കാൻ വേണം. പ്രാർത്ഥിക്കേണ്ട, കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. ഇത് ഉറക്കം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുമോ? ക്ഷീണിച്ചിരുന്ന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതിന് അന്യഭാഷ തന്നെ. വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ചുമ്മാ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഒരു പ്രവൃത്തി ആകരുത് ക്രൈസ്തവ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജോയ്, സന്തോഷമാണ്. ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ലേ? വായിക്കണ്ട. തോന്നുന്ന സമയത്ത് വന്നിരുന്ന് വായിരും, മനസ്സിലാവും. നിർബന്ധമായി വായിച്ചു. പക്ഷേ യു വിൽ ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യം, ജഡത്തിന്റെ ബലഹീനത നിമിത്തം കഴിയാഞ്ഞത് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച്. അപ്പൊ അത് ഞാൻ വീണ്ടും നാളെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാം. പക്ഷെ നോക്ക്, ജഡത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഈ കൽപ്പന അനുസരിച്ചില്ല. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് 14-ാം വാക്യം, ഇത് മുഴുവൻ കർത്താവ് അനുസരിച്ചു, നടുവിൽ നിന്നും നീക്കി. എന്ന് പറഞ്ഞാൽ എന്താ? പിതാവാം ദൈവവും എൻ്റെയും ഇടയ്ക്ക് ഈ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്താൽ, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നിലനിൽക്കും, നിങ്ങൾ എന്നിൽ വസിച്ചായെന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ശ്രമിക്കേണ്ട, അകത്തിരുന്ന് അനുസരിപ്പിക്കുന്ന ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ്.
അതാണ് എസെക്കിയേൽ പ്രവചനം പറഞ്ഞ, അന്നാളിൽ ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും. കൽഹൃദയം മാറ്റി അവർക്കൊരു മാംസഹൃദയം കൊടുക്കും. എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, എൻ്റെ ചട്ടങ്ങളിൽ അവരെ നടത്തുമാറാക്കും. ഇനി ഞാൻ നടക്കുവല്ല, എന്നെ നടത്തുക. നടത്തുമ്പോൾ ചില സമയത്ത് ഇഗ്നറൻ്റായി തെറ്റ് പറ്റിയേക്കാം. തെറ്റ് പറ്റിയാൽ കുടഞ്ഞ ഉടനെ എഴുന്നേറ്റോണം. അത് നടന്നിട്ടില്ല, കർത്താവേ എന്നോട് കരുണ തോന്നണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് അതിനേക്കാളും വലിയൊരു സന്തോഷമില്ല. പിശാചിന്റെ തന്ത്രം എന്താ? കുറ്റപ്പെടുത്തിയിട്ട് അതേ തെറ്റ് പിന്നെയും ഏതായാലും പോക്കല്ലേ, പോക്ക് ഇനി അങ്ങനെ തന്നെ പോയിക്കോ. ഇല്ല, ഒരു മടങ്ങി വരവുണ്ട്. പിതാവ് ഭവനത്തിൽ കാത്തിരിക്കുക. ആ പ്രവർത്തിക്കുന്നവർ ആ മൂത്ത മകനെ പോലെയാണ്. മൂത്ത മകൻ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് താൻ മകനാന്ന് അറിയാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അതാ ന്യായപ്രമാണം. അതാ അപ്പൻ പറഞ്ഞത്, ഇതെല്ലാം നിന്റേതല്ലായിരുന്നോ? നീ മുഴുവൻ എടുക്കാൻ മേലായിരുന്നോ? ഇത് സ്വാതന്ത്ര്യത്തിൽ നീ എടുക്കേണ്ടതല്ലായിരുന്നോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ചില കൽപ്പന അനുസരിക്കുന്ന ബന്ധമല്ല, പ്രണയബന്ധമാണ്. നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകളെല്ലാം വായിച്ചു. നമ്പർ 1, അത് അനുസരിക്കാത്തത് കൊണ്ടാണോ ദൈവം എന്നെ ശിക്ഷിക്കുന്നത്? ആ ഭയം എന്നേക്കുമായി മാറ്റിക്കളഞ്ഞു. 2, മരണത്തിൻ്റെ ഭയം എന്നേക്കുമായി മാറ്റിക്കളഞ്ഞു. ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ, മരണത്തിൻ്റെ ഭയത്തിന് അധീനമായ ഡെത്ത്, സെപ്പറേഷൻ, എന്തെങ്കിലും ചെയ്താൽ, തെറ്റ് ചെയ്താൽ കൈവെട്ടിക്കളയും, ആ പരിപാടി അവസാനിപ്പിച്ചില്ല. ആ ഭയം മാറ്റി എന്ന് എബ്രായർ 2:14 പറയാം. നാളെ കർത്താവ് എന്ന് വെച്ചാൽ മുന്നോട്ട് പറയുമ്പോൾ അവിടെ ആ ഭാഗം ഞാൻ എടുക്കാം. എന്നിട്ട് 1, ഭയം മാറ്റി. 2, വായിച്ചേ, അത് കുറ്റാരോപം, അത് ചെയ്തില്ലല്ലോ എന്ന് കുറ്റാരോപം മാറ്റി. ഇനി ഒരു പരിപാടിയിൽ യേശു എൻ്റെ കർത്താവ്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തും. വായിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന പിശാചിനെ, ഇരുട്ടിന്റെ അധികാരികളെ, അന്ധകാര ശക്തികൾ, വാഴ്ചകൾ, ഇതിനെ മുഴുവൻ എന്താ ചെയ്തേ? ആയുധവർഗങ്ങൾ വെപ്പിച്ച്. എന്ന് പറഞ്ഞാൽ ഇന്ന് പിശാചിന് വല്ല ആയുധമുണ്ടോ? ഒന്നുമില്ല. തന്ത്രം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കിക്കോണം, എന്നേക്കുമായി ഹൃദയത്തിൽ എഴുതിക്കോണം, പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാ അലറുന്ന സിംഹം പോലെ ആരെയും വിഴുങ്ങേണ്ടു. വിവരമില്ലാത്ത, സത്യം അറിയാൻ മേലാത്തവനെ അവൻ വിഴുങ്ങും. സത്യം അറിയുന്നവന്റെ അടുക്കൽ പോലും വരത്തില്ല. ഇന്ന് എല്ലാ അകാരണ ഭയത്തെ ഞാൻ ശാസിക്കുക, മാറിപ്പോവാൻ പറയണം. അതുകൊണ്ട് റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ യു. ഓടിക്കണം. കാര്യം ഒരു ആയുധവുമില്ല. 2 കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. 1, ഇനി ഈ കൽപ്പനയും കൂടെ അനുസരിച്ചാലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഇല്ല, യേശു എനിക്ക് വേണ്ടി അനുസരിച്ചു. ആ കുറ്റാരോപം, കണ്ടംനേഷൻ. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദർ ഇസ് നോ കണ്ടംനേഷൻ. അത് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കും. എന്നിട്ട് പറയാണ്, വായിച്ചേ, അതുകൊണ്ട് ഭക്ഷണപാനം സംബന്ധിച്ചോ, പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. കണ്ടില്ല, ഇന്ന് പണ്ട് നമ്മുടെ ഒരു സഹോദരൻ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പം കഠിന ഉപവാസം എടുക്കാനായിട്ടാണ് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദുബായ് സഭയിലുള്ള ഒരു സഹോദരൻ. ആ ഉച്ചയ്ക്ക് അദ്ദേഹം അറിയാതെ ഒരു പരിപ്പോട തിന്നു. പരിപ്പോട തിന്നുമ്പോൾ അറിയാമല്ലോ, വായിന്ന് മണം വരും. അപ്പം ഇദ്ദേഹം അന്യഭാഷ പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഭയങ്കര കോപിക്കുകയാണ്, കാര്യം നീ ഉപവാസം തെറ്റിച്ചു, പരിപ്പോട തിന്നു. അപ്പം ഇദ്ദേഹം വരണ്ടുപോയി. അതുകൊണ്ട് ദൈവം നിന്നെ തകർത്ത് കളയും. ഒരു പരിപ്പോട തിന്നാൽ എന്നോട് കോപിക്കുന്ന ദൈവം? നോ 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 നോ, ഇതൊന്നും പ്രമാണമാക്കരുത്. ഭക്ഷണം പാനീയം സംബന്ധിച്ചോ, പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ, ഓരോ പെരുന്നാളുകളും പഴയ നിയമത്തിലെ ഓരോന്നും, ഈ ആഴ്ച ഓരോ ദിവസവും ഓരോ പെരുന്നാളുകളാണ്. പെസഹ പെരുന്നാൾ, അതെന്താ? വരാനിരിക്കുന്ന ഓരോ പെരുന്നാൾ, പഴയ നിയമത്തിലെ ഓരോ ഉത്സവങ്ങൾ, പെരുന്നാള്, ശബത്ത്, ഇത് മുഴുവൻ
ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ടിരുന്നു. അതാ താഴെ എഴുതുന്നത്, ഇവയെല്ലാം നിഴലല്ലായിരുന്നോ? വായിച്ചേ. വരാനിരുന്നതിന്റെ നിഴലത്രേ. ഇന്നും ശബ്ബത്ത് ആചരിക്കുന്നവരുണ്ട്. ഹേയ്, ശബ്ബത്ത് എന്ന് പറയുന്നത് എന്താ? സ്വസ്ഥത. അത് ക്രിസ്തുവാണ്. പെസഹ, ഇന്നും പെസഹ ആചരിക്കുക. പെസഹ കുഞ്ഞാട് യേശുവാ. ഓരോന്നും പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഓരോ ഫെസ്റ്റിവൽസ് വായിക്കുമ്പോൾ അത് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ വിധിക്കരുത്. കാര്യം എന്താ? ഇത് മുഴുവൻ വരാനിരുന്നത്. ദീസ് വർ ദ ഷാഡോസ് ഓഫ് തിങ്സ് ടു കം, ബട്ട് ദ സബ്സ്റ്റൻസ് ഇസ് ക്രൈസ്റ്റ്. വായിച്ചേ. സബ്സ്റ്റൻസ്, കാതൽ യേശുവാണ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ആർക്കും ഒരു കണ്ടംനേഷനും ഇല്ല. ഇത് ചെയ്തില്ല അല്ലേ, ഇന്ന് ഈ ഭക്ഷണം കഴിച്ചു അല്ലേ, ഒന്നുമില്ല. എൻ്റെ കർത്താവിനെ സംബന്ധിച്ചോളം നിങ്ങളും ഞാനും പ്രോസ്പർ ആസ് യുവർ സോൾ പ്രോസ്പർ ആൻഡ് ബി ഓഫ് ഗുഡ് ഹെൽത്ത്. സന്തോഷമാകുവാനാ, നിങ്ങളുടെ എൻ്റെ സന്തോഷം കാണാനാണ് കർത്താവ് നിൽക്കുക. നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താഴോട്ട് വായിക്കാം. വായിച്ചു. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിനും. ഞാൻ പറയാം, ദൂതന്മാര് ഞങ്ങൾക്ക് ഇന്ന ദൂതൻ, ഞാനൊരു ദിവസം ഒരു പരസ്യം കണ്ടു. മീഖായിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നതിനായി സ്തോത്രം. മീഖായിൽ അന്ന് സ്വർഗം വിട്ട് ഓടിക്കാണും. യജമാനനായ ക്രിസ്തു ഇവിടെ ഇരിക്കുക. ഓർക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ ഇത് മുഴുവൻ കാണിച്ച് ദൂതന്റെ കാൽക്കീഴിൽ ഞാൻ വീണു, യോഹന്നാൻ. ഇതെല്ലാം ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വരാനിരിക്കുന്നത് മുഴുവൻ കാണിച്ചിട്ട് ആ ദൂതന്റെ കാൽക്കീഴിൽ വീഴുമ്പോൾ ദൂതൻ പറയാ, അരുത്, നീ എന്നെ ആരാധിക്കരുത്. ആരാധിക്കാൻ യോഗ്യൻ ഒന്നേ ഉള്ളൂ, സർവശക്തനായ ദൈവം. ദൂതന്മാരെ ആരാധിക്കുന്നതിലും പിന്നെ രസിച്ച് സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് തന്റെ ജഡ മനസ്സ്. ഇപ്പൊ ജഡം എവിടെയാന്ന് പിടികിട്ടിയോ? മനസ്സ്. ജഡം എന്ന് പറയുന്നത് ഇതല്ല. അതുകൊണ്ട് ഈ ജഡത്തെ കൊല്ലാനായിട്ട് ചിലരൊക്കെ ഓരോന്ന് ചെയ്യും. ചെരുപ്പിടുന്നില്ല, വേണ്ടാത്ത എന്നാ ഡ്രസ്സ്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരാൾ ചാക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ജഡം എന്ന് പറയുന്നത് ഈ ശരീരമല്ല. ചിലർ ജഡത്തെ കൊല്ലാൻ നോക്കുക. ജഡം എന്ന് പറയുന്ന മനസ്സിനകത്ത് വിചാരങ്ങളാണ്. ജഡ മനസ്സിനെ വെറുതെ എന്താ ചീർക്കുക. ഞാൻ കഴിഞ്ഞ വിശ്വാസികളുടെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാനൊരു ദിവസം സിംഗപ്പൂരിൽ ചെന്നപ്പോൾ പറഞ്ഞു, എന്നാ ഏഞ്ചൽ വരും. ഏഞ്ചൽ എപ്പോഴും കൂടെ ഉണ്ട്, വരാനല്ല, കൂടെ നടക്കുക. ദൂതന്മാർ സേവാത്മാക്കളാണ്. നിങ്ങളുടെയും എൻ്റെയും ഇന്ന് വാഴുന്ന ദൈവവചനം എന്ന വാക്ക് നിവർത്തിക്കാൻ നിൽക്കുന്ന ദേ ആർ പവർഫുൾ ഏഞ്ചൽസ്. ഡെലിവറൻസ് ഏഞ്ചൽ വന്നു, ഈ ഏഞ്ചൽ വന്നു. ഏഞ്ചൽസ് ആർ ഓൾവേസ് ദെയർ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ദൂതന്മാരെ കാണാൻ. ഇറ്റ്സ് വിസിബിൾ. ക്രീച്ചേഴ്സ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഏഞ്ചലിക് ബീൻസ് ഉണ്ട്, പല ടൈപ്പ് ഏഞ്ചൽസ് ഉണ്ട്. ഇവിടെ പറയാ ഇതിനകത്തൊക്കെ ഞാനങ്ങനെയുള്ള ഞാനൊരു ദർശനം കിട്ടി. ഞാൻ പറയാം, ഇതിനകത്ത് എഴുതിയ ദർശനമൊക്കെ ഉള്ളൂ, പ്രൈവറ്റ് ഇന്റർപ്രിട്ടേഷൻ ഇല്ല എന്ന് പത്രോസ് വളരെ. സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത് എന്ന് ബൈബിൾ പറയും. വായിച്ചു. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ. അപ്പൊ ഇതെല്ലാം ജഡത്തെ ചീർപ്പിക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് ആർക്കും യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. ഞാൻ പറയാം, യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ഒന്ന്, നെഗളിക്കത്തില്ല. യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ആരെയും കുറ്റം കണ്ടുപിടിക്കത്തില്ല, കല്ലെറിയാൻ പറയത്തില്ല. യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ പ്രത്യാശ നിറഞ്ഞ ജീവിതം, കല്ലറെ കിടക്കുമ്പോഴും പുനരുത്ഥാനം കണ്ടുകൊണ്ട് കിടക്കുന്ന ജീവിതം.
യേശുവിനെ ആണോ തലേ മുറുകെ പിടിക്കാതെ വ്യക്തിപരമായി കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും കൈ വേണ്ടാതീനത്തിന് ചലിക്കത്തില്ല. ഭയങ്കര ദർശനമാണ് പറയുന്നത്. ഒരു ചെറിയ കാര്യം മതി, മുഖമൊക്കെ അങ്ങ് മാറി വലിയ പ്രശ്നമാക്കും. ദൂതന്മാർ ഇതൊക്കെ രസിക്കുക. എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ ഡെയിലി പോയി വരുന്ന ആളാന്നാണ് പറയുന്നത്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയാ, കൃപയാൽ കൃപയാൽ കൃപയാൽ, അവൻ്റെ കരുണ, അവൻ്റെ ശക്തി എനിക്ക് മതി. താഴെ വായിക്കാം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. അവൻ ചൈതന്യം കാണും. യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള തലയെ മുറുകെ പിടിക്കുന്നവന്റെ മുഖത്ത് ചൈതന്യം കാണും. 2, ഏകീഭവിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ സഭയെ എങ്ങനെയും ഒന്നിച്ച് ഐക്യമത്യത്തോടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഒറ്റ മനസ്സോടെ കൊണ്ടുപോകാനായിട്ട് നടത്തും. ചൈതന്യം ലഭിച്ച് ദൈവിക വളർച്ച. ഞാൻ കേഴ്സ് ബ്രേക്കിങ്ങിനകത്ത് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ദൈവിക വളർച്ച, ഗോഡ്ലി ഇൻക്രീസ്. ദൈവിക വളർച്ച എന്താണെന്ന് ഞാൻ പറയാം. ദൈവിക വളർച്ച എന്ന് പറയുന്നത് 5 അപ്പം കൊണ്ട് 25,000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചം വരുന്നത് ദൈവിക വളർച്ച. ശൂന്യമായ പടകിൽ 2 പടക് നിറച്ച് കവിയുന്നതാണ് ദൈവിക വളർച്ച. വ്യക്തിപരമായ ആത്മീയ മണ്ഡലത്തിൽ പറയാം, ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും കർത്താവിനെ മുറുകെ പിടിക്കുന്നതാണ് ദൈവിക വളർച്ച. ദിനംതോറും നമ്മൾ വളരണം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാ, പ്രായം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും പാല ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകരുത്. നോ, വളരണം, സ്പിരിച്വൽ വളരണം. ഈ ദിവസങ്ങളിൽ അതാ സംഭവിക്കുന്നത്. എന്നിട്ട് പറയാണ്, താഴോട്ട് വായിച്ചേ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ മരിച്ചു. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കർത്താവിന്റെ മരണത്തിൽ ഏകീഭവിച്ചു. ലോകത്തിന്റെ മുഴുവൻ നിയമങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തുടരുത്, രുചിക്കരുത്. അതാ താഴെ. ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലേ തുണിയിടണോ, ആഭരണം ഊരണോ, ഇത് ചെയ്യണം, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ കൽപ്പനകൾ. ഓരോ സാഹചര്യത്തിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, അന്ന് ഈ സ്ത്രീകൾ മുകളിലത്തെ ഫ്ലോറിലും സഹോദരന്മാർ താഴെയായിരുന്നു. അപ്പം ഈ താഴെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളിൽ നിന്ന് ഈ സ്ത്രീകളൊക്കെ പ്രവചിക്കും. ഈ കൊരിന്ത്യ സഭയിലെ വലിയൊരു ഇഷ്യൂ ആണ്. അവിടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ സ്ത്രീകൾ മിണ്ടാതിരിക്കാൻ. കാര്യം പ്രവാചകന്റെ ആത്മാവ് തനിക്ക് ഒരു സഭായോഗം നടക്കുമ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചനം വരുത്തില്ല. പ്രവാചകന്റെ ആത്മാവ് തനിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ഹോളി സ്പിരിറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ആട്രിബ്യൂട്ട്സ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ട്സ്. ഒത്തിരി ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒരു ടൺ സാധനമുണ്ട്. കുറേയൊക്കെ ഫേസ്ബുക്കിനകത്തുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ്. സോ പരിശുദ്ധാത്മാവിൻ്റെ ഇത് തൊടരുത്, രുചിക്കരുത്, ഇതെല്ലാം ഉപയോഗത്താൽ തർക്കവാദം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ തർക്കിക്കുന്ന ഒരു സ്വഭാവം സഭയ്ക്കതില്ല. ഇത് ചെയ്യുന്ന അങ്ങനെ പരിശുദ്ധാത്മാവുണ്ടോ, കർത്താവുമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു സഹോദരൻ, ഇന്ന് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞല്ലോ, അരുണാചൽ പ്രദേശ്, ഞാനും അവിടെ പോയ സമയത്ത് കണ്ടു വലിയ കൊമ്പൊക്കെ ഇട്ട ആൾക്കാർ. അവർക്ക് കർത്താവുമായിട്ട് നല്ല ബെസ്റ്റ് ബന്ധമാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അയാളുടെ മീശയും പഠിച്ചു. ഞാൻ എൻ്റെ ഈ മീശ പഠിക്കാൻ ഇടയ്ക്കൊരു മീശ ഞാൻ പഠിച്ചായിരുന്നു. മീശ പഠിക്കാൻ കാര്യം വരുന്നില്ല. ഈ കത്രി വെച്ച് വെട്ടിയപ്പം ഇവിടെ ചാർലി ചാപ്ലിൻ പോലെ ആയിപ്പോയി, ഇവിടെയുമായി. അപ്പം വേറെ ഒരു രക്ഷയുമില്ല. ചെറുതാക്കി അവസാനം വന്നപ്പോഴത്തേക്ക് മീശയില്ല. പിന്നെ ഞാൻ അങ്ങ് ഷേവ് ചെയ്തു. ഓയ്യോ, അന്ന് തോമസ് കുട്ടി ബ്രദർ എന്നോട് പറഞ്ഞു, മീശ. ഞാനോർത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോട്ടെ, നീ മീശ പ്രശ്നമാകണ്ട. അതൊന്നുമല്ല, തർക്കങ്ങളില്ല ഇവിടെ. സ്നേഹമാണ് വാഴുന്നത്, ലോ അല്ല, ലവ്. വായിച്ചു. ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? എന്തിനാ നിങ്ങൾ കീഴ്പ്പെടുന്നത്? കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം ഭയങ്കര പ്രമാണങ്ങളാണ്. എവിടെ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം കുറയുവോ അവിടെയാണ് പ്രവൃത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്നത്.
എവിടെ ഹോളി സ്പിരിറ്റുമായിട്ട് കൂട്ടായ്മ കുറയുമോ അതിനെ നികത്താൻ പല കാര്യങ്ങളും കയറി വരും. തുടരുത് രുചി. അതുകൊണ്ടാണ് ജഡത്തിൽ അങ്ങ് ചീർപ്പിച്ച്. തങ്കുബ്രദർ ഭയങ്കര ദൂരോപദേശിയാണ്. കാര്യം എന്താണെന്നറിയോ? കയ്യിലൊരു മോതിരമുണ്ട്, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഉപദേശം പറഞ്ഞതാ, ഞങ്ങളും സ്വർഗത്തിൽ എത്തണ്ടേ. താഴെ ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും അതെല്ലാം സ്വച്ഛാരാധനയിലും താഴ്മയിലും മായ താഴ്മയിൽ ഫോൾസ് ഹ്യൂമിലിറ്റിയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. ജഡ അഭിലാഷങ്ങൾ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഞാൻ ഒരിക്കൽ ഗുജറാത്തിൽ ശുശ്രൂഷിക്കാൻ പോയിരിക്കുമ്പോൾ പാസ്റ്ററിന്റെ പേരെന്തായിരുന്നു? അഹമ്മദാബാദിലെ പാസ്റ്റർ. ഏതായാലും പാസ്റ്ററിന്റെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുക. പ്രതീഷ് ബ്രദറും എൻ്റെ കൂടെ ഉണ്ട്. ആ വീട്ടിൽ വെച്ചൊരു വലിയ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ലൈറ്റ് വിച്ച് ഇസ് ഫാർ ഗ്രേറ്റ്. ഉച്ചയ്ക്ക് ഞങ്ങളുടെ മുറിക്കകത്ത് ഞാൻ കിടപ്പുണ്ട്, അപ്പുറത്തെ കട്ടിലയിൽ പ്രതീഷ് ബ്രദർ കിടക്കുന്നുണ്ട്. പറഞ്ഞ് അറിയിക്കാൻ മേലാത്തൊരു വെളിച്ചം. ആൻഡ് ഇറ്റ് വാസ് എ വിഷൻ വിച്ച് ഐ ഷെയർ വിത്ത്. സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ. അപ്പോൾ ഞാനവിടെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. പാസ്റ്റർ ഇരിപ്പുണ്ട്, ഒരു സഹോദരി ഇരിപ്പുണ്ട്. സഹോദരിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ നല്ല ചിക്കൻ ഉണ്ട്, നല്ല ഭക്ഷണങ്ങളൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നു. എനിക്കാണ് നല്ല വിശപ്പ്. ട്രെയിനിൽ ചെന്ന് ഇറങ്ങി നല്ല വിശപ്പ്. ഞാനൊരു ചിക്കൻ കാലൊക്കെ എൻ്റെ പ്ലേറ്റിലോട്ടിടാനിരിക്കുമ്പം പാസ്റ്റർ പറഞ്ഞു, തങ്കു ബ്രദറെ, ഈ സഹോദരി കർത്താവിന് വേണ്ടി എന്ത് കഷ്ടം അനുഭവിക്കുന്നതെന്നറിയാവോ? ഞാൻ പറഞ്ഞു, ആ സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഉപ്പ് വരെ തിന്നാൻ ഉപേക്ഷിച്ചു. ഓ, അപ്പം പുള്ളിക്കാരത്തി എൻ്റെ എതിർവശത്തിരിക്കുകയാണ്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. ഞാൻ വെറും കഞ്ഞി, അതും ഇപ്പം ഉപ്പ് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമേ കഴിക്കാൻ തീരുമാനിച്ചുള്ളൂ. ഞാൻ കഷ്ടപ്പെടുക കർത്താവിന് വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരിക്ക് BP വല്ലതും ഉണ്ടോ? ഡോക്ടർമാർ ഉടനെ അങ്ങ് റേസായി. എനിക്ക് വിശപ്പ്. ചിക്കൻ കാല് ഫ്രണ്ടിൽ ഇരിക്കുന്നു, ചിക്കൻ തിന്നാൻ നിൽക്കുന്ന ഞാൻ, എൻ്റെ മുഴുവൻ വിശപ്പും പോയി. എന്നോട് അല്ലേലും അറിയാം, ചില ശുശ്രൂഷകരുണ്ട്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അടുത്ത 5 സ്റ്റാർ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അവർക്കെന്നാ കഷ്ടമറിയാവോ? പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്കും കപ്പലിൽ പോയി കപ്പൽ ഛേദം. അങ്ങനെ വേണം സുവിശേഷം അറിയിക്കാൻ. അല്ലാതെ ചുമ്മാ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഫ്ലൈറ്റിൽ കയറിയിരുന്ന് അപ്പുറത്ത് പോയി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി സുഖിച്ച്, അതല്ല സുവിശേഷ വേല. നല്ലപോലെ കഷ്ടം അനുഭവിക്കുക. ആർക്കട്ടാ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. എന്നാലും ഞാൻ 5 സ്റ്റാറിൽ പോയി താമസിക്കാം. ഞാൻ 5 സ്റ്റാറിൽ താമസിക്കും കേട്ടോ. പക്ഷേ 5 സ്റ്റാർ ഇല്ലാത്തടത്ത് റോഡിൽ കിടക്കാനും സന്തോഷമാണ്. ക്രിസ്തുവിലാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് എവിടെ കിടന്നാലും നല്ല ബെസ്റ്റ് ഉറക്കമാണ്. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഉള്ളതുപോലെ ഇല്ലാത്ത പോലെ രണ്ടുപോലെ നിൽക്കാൻ അറിയാം. നിങ്ങൾ എൻ്റെ കൂടെ വന്ന പലരും ഉണ്ട്. 20 പേരോടെ ഞങ്ങൾ പോയത് ഒരു സ്ഥലത്ത്. അവിടെ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു. ഞാനും അനിയും പിള്ളേരും. റോഷന വന്നില്ല അല്ലേ? റോഷന ഉണ്ടായിരുന്നു. റോഷന ഉണ്ടായിരുന്നു. റോണക്കില്ലായിരുന്നു. അത് ആരും ഒരാളില്ലായിരുന്നു. ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ലുങ്കി വിരിച്ച് കൂളായിട്ട് കിടന്നു. 49 ഡിഗ്രി ചൂടിൽ നല്ല സുഖമേ. ഞങ്ങൾക്ക് 5 സ്റ്റാറിൽ കിടക്കാനും അറിയാം, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാനും അറിയാം. ആ ഇടയ്ക്കിടയ്ക്ക് താരാട്ട് പോലെ ട്രെയിനിൻ്റെ ശബ്ദം എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ മാറി മാറി ഉറക്കളച്ച് അവിടെ ഇരുന്നു. കാര്യം ഈ ലഗേജ് ആരെങ്കിലും എടുക്കുന്നതുകൊണ്ട് പോകാനൊക്കെ. അവിടെ കുളിച്ചു, സുവിശേഷ വേല ചെയ്തു. ഇതെന്നാ ഈ മനുഷ്യൻ്റെ സങ്കുചിത മനസ്സായതല്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്നാൽ എനിക്ക് അവർ തരുന്ന എന്ത് സ്ഥലമാണേലും സന്തോഷത്തോടെ കിടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഞാൻ കാണിച്ചു, തായ്ലൻഡിൽ പോയ സ്ഥലത്ത് ഒരു ഹോട്ടലും ഒന്നുമില്ല, ഒരു മുറിക്കകത്ത്, അതും വളരെ പരിമിതമായ ഒരു മുറിക്കകത്ത് നിൽക്കണം. അവിടെ ഇതെന്നാ എനിക്ക് വേണ്ടി ഇതാണ് ഒരുക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ സന്തോഷിക്കും. കാര്യം ഞാൻ ക്രിസ്തുവിൻ്റെ അകത്താണ് നടക്കുന്നേ. മനസ്സിലായില്ല? ഈ സഹോദരി അങ്ങ് ചൂടായി കഴിഞ്ഞപ്പം ഞാൻ
പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ സഹോദരി എന്നാ പോകുന്നേ? ഉടനെ ആ സഹോദരി എന്നോട് നോക്കിക്കൊണ്ടു. അതെനിക്കറിയാം, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പോകുന്ന കാര്യം ചോദിക്കും. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകും. ഞാൻ ചോദിച്ചു, സഹോദരി എങ്ങനെയാണ് പോകുന്നത്? രാവിലെ 8:30 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഓ ശരി, എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു ഉപകാരം ചെയ്യണം, സഹോദരിക്ക് പൗലോസിനെ പോലെ കഷ്ടപ്പെടണമെന്നുണ്ട്. അതുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് കപ്പൽ വല്ലതും ഉണ്ടോ കേരളത്തിലേക്ക്? പൗലോസിനെ പോലെ കഷ്ടം അനുഭവിക്കാൻ ആ സഹോദരിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഫ്ലൈറ്റ് വേണ്ട, ക്യാൻസൽ ചെയ്ത് ഒരു കപ്പലോ വല്ലോ പായക്കപ്പലോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് കയറ്റി വിടണം കേട്ടോ. പാസ്റ്റർ ഒരിക്കലും ഈ സഹോദരിയുടെ പ്രതിഷ്ഠ കളവ്, ഉപ്പ് പോലും കഴിക്കുന്നില്ല ഇപ്പം. ആ സഹോദരി അങ്ങ് ചുമന്നു, ചൂടായി. അതൊന്നുമില്ല, രാവിലെ എനിക്ക് 11 മണിക്ക് അവിടെ മീറ്റിംഗ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞ സഹോദരി, ഇതിൻ്റെ പേരാണ് കപട ഭക്തി, മായ താഴ്മ. വെള്ളം ഇട്ടാൽ പോരാ, ഇവിടം കൂടെ താഴ്മ വരണം. സഹോദരി എന്താ ഇപ്പം പറഞ്ഞേ? 11 മണിക്ക് അവിടെ മീറ്റിംഗ് ചേരണം, അതുകൊണ്ട് രാവിലെ ഫ്ലൈറ്റിൽ പോകും. ഞാൻ പറഞ്ഞു, ഇന്ന് പൗലോസ് ഉണ്ടായിരുന്നെങ്കിൽ ഫ്രീക്വൻറ്റ് ഫ്ലയർ അവാർഡ് കിട്ടിയായിരുന്നേ പൗലോസിന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി കഴിക്കാൻ വരട്ടെ, നമുക്ക് ബൈബിൾ നോക്കാം. നമ്മളുടെ പുറമെയുള്ള വേഷഭൂഷാദികളോ ജഡത്തെ ചീർപ്പിക്കുന്ന ഞാൻ അരുത്. ഉപവാസം പോലും നമ്മൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർ അറിയരുത് നമ്മുടെ ഉപവാസം. ഇത് പ്രഖ്യാപിത കോർപ്പറേറ്റ് ഉപവാസമാണ്. പക്ഷേ ഇൻഡിവിജ്വൽ രഹസ്യത്തിൽ ഉള്ളൊരു ഉപവാസമുണ്ട്, അവിടെയാണ് പവർ. ഈ സഹോദരി നല്ലൊരു സഹോദരിയാണ്. ആ സഹോദരി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. ഈ വചനം ആയിരുന്നു ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യു ഹാവ് ലിഫ്റ്റഡ് ദി ലിഡ്. എൻ്റെ കണ്ണ് നിങ്ങൾ തുറന്നു. ആ സഹോദരി വളരെ പേര് കേട്ട സഹോദരി, അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. നിങ്ങൾ എൻ്റെ കണ്ണ് തുറന്നു. ഞാൻ പറഞ്ഞു, അതെന്നാ പറ്റി? നിങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ മരുമകൾ ലിപ്സ്റ്റിക്കും ഇട്ട് നെയിൽ പോളിഷും ഇട്ട് കളർ ഡ്രസ്സും ഇട്ട്, ഞാൻ കണ്ടോ വെള്ളയായിരുന്നേ. ഞാനിതെല്ലാം ഉപേക്ഷിച്ചതാണ്. പക്ഷെ എൻ്റെ മരുമകൾ അതല്ല. അവൾ ആഭരണം ഇടുന്നു, അവർ ലിപ്സ്റ്റിക് ഇടുന്നു, നെയിൽ പോളിഷ് ഇട്ടു. ഞാൻ അവളെ ശപിച്ചതുപോലെ വേറെ ആരും ശപിച്ചു കാണത്തില്ല. എല്ലാം ദിവസവും ഞാൻ അവളെ കാണാൻ പറയും, നീ നരകത്തിൽ ആടി പോകുന്നു. പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഭയങ്കര അഭിഷേകമാണ്, വലിയ ദൈവസാന്നിധ്യമാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, പുറമെയുള്ള കാര്യങ്ങളല്ല, ഹൃദയം കർത്താവുമായിട്ട് ഒന്നായിരിക്കണം. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ മരുമകളെ ഞാൻ കണ്ട് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചിട്ട് പറയും, മകളെ നീ പോകുന്ന കറക്റ്റ്. മായ താഴ്മ. ഒരാൾ ഉപേക്ഷിച്ചെങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നല, ഉപേക്ഷിച്ചോ, അത് പ്രമാണമാക്കരുത്. ഒരാൾക്ക് തലേ തുണി ഇടണോ, ഇട്ടോ. ഇട്ടില്ലേ, അയാളെ വിധിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല, ഒരു റൈറ്റുമില്ല. നമ്മളെക്കാളും ആഴമേറിയ ബന്ധമായിരിക്കും. ഞാൻ പറയാം, ചില വിശ്വാസികളെക്കാളും നല്ല വിശ്വാസികൾ വെളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവഭയമുണ്ട് അവരുടെ ഉള്ളിൽ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടൊരു പ്രണയബന്ധത്തിലാവാം. കർത്താവുമായിട്ടൊരു പ്രണയബന്ധമായാൽ നമ്മളെ തന്നെ എപ്പോഴും കർത്താവിൻ്റെ ഹ്യൂമിലിറ്റിയിൽ നടക്കാൻ പഠിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. വലിയൊരു എന്നാ പറയേണ്ടി, ഒരു മഴ പെയ്യുന്ന ഒരു അനുഭവം. ഇറ്റ് ഈസ് റെയിനിങ്, ദ റെയിൻ ഓഫ് ബ്ലെസ്സിങ്. ഇവിടെയാണ് നമുക്ക് അനുഗ്രഹം വേണ്ടി. അനുഗ്രഹത്തിൻ്റെ അർത്ഥം ചെയ്യാനുള്ള ശക്തി. ക്രിസ്തുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രാർത്ഥിക്കാം. വലിയ ഒരു കുളിര് പോലെ, ഒരു എന്നാ പറയേണ്ടത്, ദ റെയിൻ, ഹോളി സ്പിരിറ്റ് റെയിൻ ഇസ് ഫോളിങ് അപ്പോൺ എവറിബഡി. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പോളിഷ് ചെയ്യണം, വിശ്വാസ വീരന്മാരാക്കി മാറ്റണം. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നറിഷ്ഡ് ആകത്തെ വിശ്വാസത്തിൽ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാണുന്ന ഓരോ ഭവനങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, ഭയം മാറട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. നാളെ രാവിലത്തെ മീറ്റിങ്ങിൽ തുടർന്നുള്ള എല്ലാ സെഷനിലും കർത്താവ് വലിയ അനുഗ്രഹം ചൊരിയാൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. നാളെ രാവിലെ ഗൾഫ് മേഖലകളിലുള്ള എല്ലാവരോടും പറയാം, രാവിലെ ഇന്ത്യൻ ടൈം 11 മണിക്ക് നമ്മുടെ സഭാ ആരാധന. അതിൽ എന്നോട് കുറച്ച് നേരം മുമ്പേ ഒരു സഹോദരൻ പറഞ്ഞു, നമ്മുടെ HFTV ലോഡിങ്ങിന് പ്രോബ്ലം നടക്കുന്നു. യൂട്യൂബ് ഉണ്ട്, ഹെവൻലി ഫീസ്റ്റിലെ യൂട്യൂബ് ചാനലുണ്ട്, ഹെവൻലി ഫീസ്റ്റ് ലൈവ് ഉണ്ട്, ഹാർവെസ്റ്റ് കേരള ഉണ്ട് രാവിലെ 11 മണിക്ക്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും നിങ്ങൾ നെറ്റില്ലായിരിക്കാം, കഴിഞ്ഞ ദിവസമാണ് അറിയാൻ സാധിച്ച ഹെവൻലി ഫീസ്റ്റിലെ നമ്മുടെ അംഗങ്ങളിൽ 30-40% ആൾക്കാരുടെ കയ്യിലെ ഈ ഇത് കിട്ടുന്ന ഫോണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ TV മാറ്റി. റെജി ബ്രദറാ അത് ഐഡിയ തന്നത്, സ്പോൺസർ ചെയ്യുന്നതും കോഴഞ്ചേരി സഭയാണ്. സോ അവിടെ TV ചാനലിലെല്ലാം ഉണ്ട്. ഹാർവെസ്റ്റ് TV കേരളം എന്ന് പറയുന്ന TV, അതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ ഈ FB ലൈവിൽ ആരെങ്കിലും ഇടും. ഞായറാഴ്ച രാവിലെ ഉത്സവ് TVയിലും ഉണ്ട്, ഈ ട്രംപറ്റ് TVയിലും ഉണ്ട്. കൂടാതെ ഹെവൻലി ഫീസ്റ്റ് ലൈവ് ഫേസ്ബുക്കിലുണ്ട്, എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നാളെ മുതൽ ഞാൻ രാത്രി ഇന്ത്യൻ സമയം 10 മണി, ഇന്ത്യൻ സമയം 10 മണി, 10 മണിയാണോ 11 മണി ടൈം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യും. ഇംഗ്ലീഷിലുള്ള സെഷൻസ് തുടങ്ങാൻ പോകും. ഐ എം ബെറ്റർ. നാളെ രാവിലെ റോണക്കിൻ്റേത് 8 മണിക്കാണ്. കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തോട് 9 മണിക്ക് അഭിസംബോധന ചെയ്യുന്നു. സോ ആ സമയത്ത് നമ്മളും ലൈവ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്തിന് വ്യത്യാസമുണ്ട്. രാവിലെ 8 മണിക്കാണ്. അത് റോണക്ക് ഡിസൈഡ് ചെയ്യണം. കാര്യം 8 മണി എന്ന് പറയുന്നത് സൗദിയിൽ 5:30 മണിയാണ്. സോ ആസ് ഇറ്റ് ഇസ്. സോ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തർക്കും നന്ദി. The best book is the Bible. Can you share the name of the good book? Thank you. God bless you, Annie sister. Annie sister, ഇന്നലെ ഞാൻ പറഞ്ഞ കേട്ടായിരുന്നല്ലോ അല്ലേ? Fight for the women. Go back. പിന്നെ സാരില്ല, ഐ എം ലുക്കിംഗ് നൗ അറ്റ് എ ക്ലോസ് അപ്പ്. സോ എൻ്റെ കണ്ണ് താഴോട്ടായിരിക്കും. തെൽമ ജേക്കബ്, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. റോണക്ക് ഇപ്പോഴേ ഫയറില്ല. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യണം. ഷാജി ബ്രദർ പറയാം, താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് വിസിറ്റിംഗ് അവർ ഹൗസ്. അതാ എല്ലാവരും ഇപ്പം പറയുന്നത് തങ്കു ബ്രദർ എല്ലാ ദിവസവും ഞങ്ങളുടെ ഹൗസ് വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. മറ്റേ സഭായോഗത്തിൽ കാണും, പിന്നെ അടുത്ത സഭായോഗം വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഹൗസ് വിസിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ്സ് സച്ച് എ ഗ്ലോറിയസ് ടൈം. ആൻഡ് ജീന സിസ്റ്റർ, എവ്രി വൺ, അരുൺ കുമാർ, ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ 8 മണിക്ക് റോണക്ക്, 11 മണിക്ക് നമ്മുടെ സഭായോഗം, ആൻഡ് പ്ലസ് 11 മണിക്കത്തെ സെഷൻ, വൈകുന്നേരത്തെ സെഷൻ 8:30 മണിക്ക്. ആസ് യൂഷ്വൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, കർത്താവ് അനുവദിച്ചാൽ വൈകുന്നേരം 8:30 മണിക്ക് വീണ്ടും കാണാം. ടേക്ക് അപ്പ് യുവർ ഫോൺസ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നാളെ വൈകുന്നേരം നാട്ടിലെ 8:30 മണിക്കാണല്ലോ, 8:15 ഓർത്ത് നിങ്ങളുടെ കോൺടാക്ട്സിനെ മുഴുവൻ വിളിക്കണം. എന്നിട്ട് പറയണം, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, കുറച്ച് വചനം കേൾക്കണം. നാളെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം തുടരും. ഗോഡ് ബ്ലെസ് യു.